ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് അർജുൻ, കൊലൈ സ്വദേശിയാണ്, തൃശ്ശൂരാണ് സ്ഥലം. ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ട് 4.5 കൊല്ലം പിന്നിടുന്നു. ഇന്ന് സ്റ്റാർ എമറാൾഡ് എന്ന് പറഞ്ഞ ഒരു പൊസിഷനിൽ നിൽക്കുന്നു. ഇന്നിവിടെ വന്നിരിക്കുന്ന ഭൂരിഭാഗം പേരും പുതിയ ആൾക്കാരായിരിക്കും. നിങ്ങളോടാണ് എനിക്കിന്ന് സംസാരിക്കാനുള്ളത്. കാരണം ഇന്ന് RCM എന്തിനു ചെയ്യണം, അല്ലെങ്കിൽ RCM ചെയ്യുന്നതിന്റെ ഒരു ആവശ്യകത എത്രത്തോളം കൂടിയിരിക്കുന്നു എന്നുള്ളത് ഒന്ന് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ, കറക്റ്റ് ആയിട്ട് മെഷേർഡ് ആയിട്ട് ടോൺ ഡൗൺ ചെയ്തിട്ട് നിങ്ങളെ തന്നെ ഒന്ന് ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് എന്റെ ഒരു ചെറിയൊരു ശ്രമം. അപ്പൊ ഹോപ്പ്ഫുള്ളി നിങ്ങൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു സെഷൻ പൂർണ്ണമായിട്ടും മനസ്സിലാവട്ടെ, ഉൾക്കൊള്ളാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു സെഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഡയറക്ട് സെല്ലിംഗ് RCM അഭിയാൻ. സോ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പഠിക്കാം. പക്ഷെ അതിനു മുന്നേ ഇന്ന് നമുക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന തലമുറയ്ക്കും എന്തൊക്കെ അവസരങ്ങളാണ് ഇന്ന് ഈ ലോകത്ത് ഉള്ളത് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഈ ഒരു സെഷൻ തുടങ്ങുന്നതിനേക്കാൾ മുന്നേ ഞാൻ പറഞ്ഞു, എന്റെ ഈ ഒരു സെഷൻ എടുക്കുന്നതിനും ഞാൻ ഈ ഒരു സെഷൻ എടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചതും എന്നെ ട്രെയിൻഡ് ആക്കിയിട്ടുള്ളതും ഈ ഒരു ലെവലിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചതുമായിട്ടുള്ള അനേകം ഗുരുക്കന്മാരുണ്ട്. അപ്പൊ ആദ്യം തന്നെ ഈ ഒരു സെഷൻ എന്റെ ഗുരുക്കന്മാർക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ആദ്യം തന്നെ കേരളത്തിലേക്ക് ഈ ഒരു ബിസിനസ് കൊണ്ടുവന്ന ശ്രീ റൂബി ഗോപകുമാർ സാറ്, എക്സ് എയർഫോഴ്സ്. അതേപോലെ തന്നെ ഈ ഒരു ബിസിനസിനെ കറക്റ്റ് ആയിട്ട് RCM ജനതയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത സഫയർ CRN മൂർത്തി സാറ്. ഈ ഒരു ബിസിനസ് എനിക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാനും ഗൈഡ് ചെയ്യാനും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാനും എനിക്ക് മാർഗനിർദ്ദേശങ്ങൾ തരാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് തന്നിരിക്കുന്ന ബിനു സാറ്, റൂബി. അതേപോലെ തന്നെ ഈ ഒരു സിസ്റ്റം എന്താണ്, എന്തിനാണ്, ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നുള്ളത് കഴിഞ്ഞ 14 കൊല്ലമായിട്ട് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ ഗുരുനാഥൻ, എന്റെ അച്ഛൻ ഡോക്ടർ രാജൻ സാറ്, സ്റ്റാർ എമറാൾഡ്. അതേപോലെ ഈ ഒരു ബിസിനസ് ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉള്ളിൽ ഉണ്ടാക്കി തന്ന ശ്രീ ഗിരീഷ് സാറ്, സ്റ്റാർ എമറാൾഡ്. ഇവർ 5 പേർക്കും ഞാൻ ഇന്നത്തെ ഒരു സെഷൻ സമർപ്പിക്കുകയാണ്. ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് പരിശോധിക്കാം എന്താണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ജോലി. നമ്മളെല്ലാവരും ചെറുപ്പം തൊട്ട് പഠിക്കുന്നുണ്ട്. നമ്മൾ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ ആദ്യം സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നത് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ എന്താണ്? വാട്ട് വിൽ ബി ദ കരിയർ യു ലവ്? നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ജോലി എന്തായിരിക്കും, എങ്ങനെ ആയിരിക്കണം എന്ന് ഞാൻ കുറച്ചു പേരോട് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോലിയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഒരു ബോസ് ഉണ്ടാവാൻ പാട്ടെ, എപ്പോഴും അത് ചെയ്യ്, ഇത് ചെയ്യ്, ഇങ്ങനെ ചെയ്യ്, കറക്റ്റ് സമയത്ത് ചെയ്തോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ച് പിന്നാലെ നടന്ന് ശല്യപ്പെടുത്താൻ ഒരു ബോസ് ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഭൂരിഭാഗം പേരും എന്നോട് പറഞ്ഞ ഉത്തരം. രണ്ടാമത്തെ കാര്യം അവർ പറഞ്ഞത്, എന്നും ജോലിക്ക് പോയി വരിക എന്ന് പറയുന്നത് ഒരു ചടങ്ങാണ്. രാവിലെ എണീക്കണം, അലാറം സെറ്റ് ചെയ്തതിന് ശേഷം എണീറ്റ് കുളിച്ച് പല്ല് തേച്ച് ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ട് വീട്ടിൽ ആകെ ഹറിബറിയായി ഭക്ഷണം പോലും കഴിക്കാൻ സമയമില്ലാതെ ട്രാഫിക്കിൽ അനേകം നേരം പെട്ടുകിടന്ന് ഓഫീസിൽ ചെന്ന് അവിടെ ബോസിന്റെ ചീത്തയൊക്കെ കേട്ട് തിരിച്ച് വർക്ക് കഴിഞ്ഞ് ഇതേ ട്രാഫിക്കിലൂടെ എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതി എന്ന് ആലോചിച്ചിട്ട് തിരിച്ചെത്തുന്ന ഒരു ജനതയാണ് ഇന്ന് ഇന്ത്യയിൽ ഭൂരിഭാഗം പേരും. അപ്പോ ഈ ഓഫീസിലേക്ക് വന്നു പോകുന്ന കാര്യം ഒഴിവാക്കി കിട്ടിക്കഴിഞ്ഞാൽ വളരെ സന്തോഷമുള്ള ഒരു ജോലിയാവുന്നതാണ് അവർ പറഞ്ഞത്. മൂന്നാമത്തെ കാര്യമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വില്ലൻ ആയിട്ടുള്ള അലാറം. 6 മണിക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 മണിക്ക് അലാറം കറക്റ്റ് ആയിട്ട് അടിക്കും, പക്ഷെ നമ്മൾ എണീക്കില്ല. 6:15 അത് മാറ്റും, 6:15 എണീക്കില്ല, 6:30 മാറ്റും, 6:30 എണീക്കില്ല. അങ്ങനെ അടിച്ചടിച്ച് 7 മണിയാവുമ്പോഴാണ് പല വ്യക്തികളും ഇന്ന് എണീക്കുന്നത്. ശരിയല്ലേ? അപ്പൊ ഇതൊന്നും നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളല്ല, പക്ഷെ നിർബന്ധപ്രകാരം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഡിസ്ലൈക്ഡ് പീപ്പിൾ, ഇതൊന്നും പോരാതെ ഇതെല്ലാം കഴിഞ്ഞ് ഓഫീസിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പല മുഖങ്ങളും നമ്മൾ കാണാൻ ഇഷ്ടപ്പെടാത്ത മുഖങ്ങളായിരിക്കും. ഒരുപക്ഷെ നമ്മളോടുള്ള പെരുമാറ്റം കാരണമായിരിക്കും, അല്ലെങ്കിൽ ജോലിയുടെ സമ്മർദ്ദം കാരണമായിരിക്കും. ഇതിനെല്ലാത്തിനും പുറമെ ഇത് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഓഫീസ് പൊളിറ്റിക്സിൽ ഏർപ്പെട്ട് നമ്മളെ ചിലപ്പോൾ പിന്നിന്നും കുത്തും, ചിലപ്പോൾ മുന്നിനും കുത്തും. അതും നമ്മളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് സങ്കടം ഉണ്ടാവുന്ന കാര്യം തന്നെയാണ്. ഇതെല്ലാത്തിനും പുറമെ ചില കാര്യങ്ങൾ ജീവിതത്തിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ജോലിയുടെ അളവ് കൂടുമ്പോൾ വീട്ടിലെത്തേണ്ട സമയം കുറഞ്ഞു വരികയും വീട്ടുകാരായിട്ട് വേണ്ട രീതിയിലുള്ള ഒരു ബന്ധം നമുക്ക് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പറ്റാതെയും ഇരിക്കുന്ന ഒരു അവസ്ഥ വരും. അവിടെയാണ് ശരിക്കുള്ള കോംപ്രമൈസ് നടക്കുന്നത്. ഡിസ്ക്രിമിനേഷൻ, ജോലിയിൽ പല രീതിയിൽ ഫേവറിറ്റിസം നടക്കുക, ചില ആൾക്കാർക്ക് കൂടുതൽ ബോണസുകൾ കൊടുക്കുക, ചില ആൾക്കാർക്ക് കൊടുക്കാതിരിക്കുക, അത്തരത്തിൽ ഡിസ്ക്രിമിനേഷൻ നേരിടുന്നത് ശരിയല്ല. അതില്ലെങ്കിൽ ജോലി വളരെ സുഖകരമാവും എന്നാണ് ഭൂരിഭാഗം പേരും പറഞ്ഞത്. ക്വാളിഫിക്കേഷൻ, എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു കാര്യം, ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലെങ്കിൽ വളരെ സുന്ദരമായിട്ട് ഞാൻ ചെയ്യുന്ന ജോലി, ഏത് ജോലിയാണെങ്കിലും എനിക്ക് ചെയ്യാൻ റെഡി ആയിരിക്കും. അങ്ങനെ പ്രത്യേകിച്ച് ഒരു മാനദണ്ഡം വെക്കാൻ പാടില്ല. എല്ലാവർക്കും ജോലി ചെയ്യാൻ മനസ്സുള്ള എല്ലാവർക്കും ജോലി ചെയ്യാനുള്ള ഒരു അവസരം കിട്ടണം എന്നാണ് അവർ പറഞ്ഞത്. അതേപോലെ തന്നെ നിശ്ചിതമായിട്ടുള്ള ഒരു സമയം വേണം. പേപ്പർ കടലാസുകളിൽ പറയാറുണ്ട് രാവിലെ 9 മണിക്ക് വന്നാൽ 6 മണിക്ക് പോകാന്നുള്ളത്. പക്ഷെ നിർഭാഗ്യവശാൽ അങ്ങനെയല്ല. ജോലി കൂടുന്നതിനൊപ്പം ജോലിയുടെ സമയവും കൂടും. എപ്പോ പുറത്തേക്ക് ഇറങ്ങും എന്നുള്ളത് ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കി തന്നു കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജോലിയിലായിരിക്കും ഞാൻ എന്നുള്ളതാണ് ഭൂരിഭാഗം പേരും പറഞ്ഞത്. അപ്പൊ ഇത് ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ജോലിയിൽ വേണ്ട കാര്യങ്ങൾ എന്താ നിങ്ങൾക്ക് ചോദിച്ചപ്പോ അവർ പറഞ്ഞ കാര്യം, ജോലിയിൽ അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ട കാര്യം എന്ന് പറയുന്നത് നല്ല പ്രൊഡക്റ്റും സർവീസും ആയിരിക്കണം.
അവർ ഏത് സ്ഥാപനത്തിലാണോ നിൽക്കുന്നത്, അവർ വിൽക്കുന്ന സർവീസ്, അവർ കൊടുക്കുന്ന പ്രൊഡക്റ്റ് ഏറ്റവും ടോപ്പ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിരിക്കണം. അൺലിമിറ്റഡ് ഇൻകം, അതായത് ഒരു രീതിയിലും ഒരു മറയോ തടയോ ഇല്ലാത്ത അളവിലേക്ക് ഇൻകത്തിന്റെ ഒരു വലിയൊരു കുത്തൊഴുക്ക്, ശമ്പളത്തിന്റെ ഒരു വലിയ കുത്തൊഴുക്ക് അവരെ തേടിയെത്തണം. റെസിപ്റ്റൽ ഇൻകം, ജീവിതത്തിലെ എല്ലാ ചെലവുകളും കഴിഞ്ഞിട്ട് എന്തെങ്കിലും മിച്ചം വരുന്നതാണ് സാധാരണ മലയാളിയുടെ ഒരു അവസ്ഥ. പക്ഷേ എല്ലാ ചെലവ് കഴിഞ്ഞാലും ഇഷ്ടം പോലെ ക്യാഷ് എന്ത് ചെയ്യണം എന്നറിയാത്ത രീതിയിൽ വരണം എന്നുള്ളതാണ് അവർ പറഞ്ഞൊരു കാര്യം. ഞാൻ ചെയ്യുന്ന ജോലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന ഒരു ജോലിയായിട്ട് മാറാൻ പറ്റണം. അത്തരത്തിലൊരു ജോലി ആയിരിക്കണം എന്റേതാണ് അവർ പറഞ്ഞത്. സമയ സ്വാതന്ത്ര്യം വേണം. എത്ര സമയം കുടുംബത്തിന്റെ ഒപ്പം സ്പെൻഡ് ചെയ്യണം, എത്ര സമയം ജോലിയിൽ സ്പെൻഡ് ചെയ്യണം എന്ന് ആര് തീരുമാനിക്കണം? ഞാൻ തന്നെ തീരുമാനിക്കണം എന്നാണ് അവർ പറഞ്ഞത്. പേഴ്സണാലിറ്റി, എന്റെ പേഴ്സണാലിറ്റിയിൽ മാറ്റം വരണം. ഞാൻ നല്ലൊരു മനുഷ്യനായിട്ട് മാറണം. എന്റെ ചിന്താഗതിയിൽ മാറ്റം വരണം. എന്റെ ഡ്രസ്സിംഗ് സെൻസിൽ മാറ്റം വരണം. ഞാൻ പറയുന്ന രീതികളിൽ മാറ്റം വരണം. മൊത്തത്തിലൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഞാൻ ചെയ്യുന്ന ജോലിയിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ലോ റിസ്ക് ആയിരിക്കണം, ലോ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കണം, എക്കോണമി പ്രൂഫ് ആയിരിക്കണം. ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി എന്തോ ആയിക്കോട്ടെ, എന്റെ ജോലിയെ അത് യാതൊരു തരത്തിലും ബാധിക്കാൻ പാടില്ല. അംഗീകാരങ്ങൾ കിട്ടണം. ചെറിയൊരു കാര്യം ചെയ്താൽ പോലും നന്നായി ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ടാവണം. ഇതെല്ലാത്തിനും ഉപരി ഞാൻ ചെയ്യുന്ന ജോലിയിലൂടെ എനിക്ക് കുറച്ച് ആൾക്കാരെ സേവിക്കാനും ചാരിറ്റി കൊടുക്കാനും പറ്റണം എന്നാണ് ഭൂരിഭാഗം പേരും പറഞ്ഞൊരു കാര്യം. അപ്പൊ ഇപ്പൊ നമ്മൾ രണ്ട് തരത്തിലുള്ള ഉത്തരങ്ങളാണ് ഞാൻ കണ്ടത്. നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ എന്തൊക്കെ വേണമെന്ന് ചോദിച്ചപ്പോൾ അവർ ഇത് പറഞ്ഞു, എന്തൊക്കെ വേണ്ട എന്ന് ചോദിച്ചപ്പോൾ ഇതിന് മുന്നത്തെ സ്ലൈഡ് പറഞ്ഞു. അപ്പൊ ഇന്ന് നമ്മുടെ സമൂഹത്തില് 5 തരത്തിലെ ജോലികളാണുള്ളത്, 5 തരത്തിലെ കാറ്റഗറി ജോലികളാണുള്ളത്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ബ്ലൂ കോളർ ജോബാണ്. ബ്ലൂ കോളർ ജോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുവൽ വർക്ക്, മാനുവൽ ലേബർ. അതായത് നമ്മൾ കൺസ്ട്രക്ഷൻ സൈറ്റിൽ നമ്മൾ ഇഷ്ടം പോലെ പണിക്കാരെ കാണാം. ഓട ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കൂട്ടം ആൾക്കാരെ കാണാം. ഡ്രെയിനേജിന്റെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ആൾക്കാരെ കാണാം. അപ്പൊ ആ ഒരു ബ്ലൂ കോളർ ജോബ്സ് നമുക്ക് തരുന്നത് ഒരു മാനുവൽ ലേബറിന്റെ ഒരു ചട്ടക്കൂടാണ്. മാനുവൽ ലേബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും അറിയാം, ഇന്ന് സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്ന ആൾക്കാർ എന്ന് പറയുന്നത് ഓട ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ, ടാർ ചെയ്യുന്ന ആൾക്കാർ, കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഇരിക്കുന്ന ആൾക്കാർ. ഇത്തരം ആൾക്കാരാണ് ആദ്യത്തെ കാറ്റഗറി ഈ ഒരു കരിയറിൽ വരുന്നത്, മാനുവൽ ലേബർ. അല്ലെ, ഈ ഒരു മാനുവൽ ലേബറിൽ ഏർപ്പെടുന്ന ആൾക്കാർ അനേകമാണ്. ഒപ്പം തന്നെ ഇവരെ സംബന്ധിച്ച് വർക്ക് ലോഡ് വളരെ കൂടുതലാണ്. ഇപ്പൊ നമുക്കറിയാം, വെയിലത്തും ഈ പറഞ്ഞ പോലെ മഴയത്തും എല്ലാ അവസ്ഥയിലും അവർ വർക്ക് ചെയ്യാൻ നിർബന്ധിതരാകുകയാണ്. ഇപ്പൊ നമ്മൾ KCBയിലത്തെ കേസ് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഒരുപാട് പേര് ഇപ്പൊ മഴയത്ത് പോസ്റ്റുമേ കയറി വർക്ക് ചെയ്യേണ്ട ആൾക്കാർ. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ബ്ലൂ കോളർ ജോബ്സിലാണ് വരുന്നത്. അവര് ഹാർഡ് വർക്കിംഗ് ആണ്, ബേസിക് പേ മാത്രമേ അവർക്ക് കിട്ടുന്നുള്ളൂ, ഹൈ റിസ്ക് ജോബാണ്, ഒപ്പം തന്നെ സീറോ സെക്യൂരിറ്റി ആണ്. അവരെ സംബന്ധിച്ച് സെക്യൂരിറ്റിയുടെ അളവ് വളരെ കുറവാണ്, റിസ്ക് വളരെ കൂടുതലാണ്, ബേസിക് പേ മാത്രമേ അവരെ തേടി എത്തുന്നുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ഒരു ബ്ലൂ കോളർ ജോബ്സിൽ പലപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യം കോൺട്രാക്ച്വൽ ബേസിസിലായിരിക്കും അവരുടെ ജോലി എന്ന് പറയുന്നത്. ഈ ഒരു കോൺട്രാക്ച്വൽ ബേസിസിലായതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോ വേണമെങ്കിലും സ്ഥലം മാറ്റമോ അല്ലെങ്കിൽ ജോലി മാറ്റമോ അല്ലെങ്കിൽ വേറൊരു ഫീൽഡിലേക്ക് മൊത്തത്തിൽ പറിച്ചു നടാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ബ്ലൂ കോളർ ജോബുകൾ ഒട്ടും സുരക്ഷിതമല്ല എന്ന് മാത്രമല്ല, പണി കൂടുതലാണ്, പക്ഷെ വരുമാനം വളരെ കുറവാണ്. പിന്നത്തെ കാറ്റഗറിയാണ് വൈറ്റ് കോളർ. നമ്മളെല്ലാവരും നമ്മുടെ മക്കളെ ഏറ്റവും കൂടുതൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനാണ് വൈറ്റ് കോളർ ജോബ്സ്. അതായത് ഒരു AC ക്യൂബിക്കലിന്റെ ഉള്ളിലൊക്കെ ഇരുന്നു കൊണ്ട് തന്നെ നല്ല രീതിയിൽ ജോലി ചെയ്യുക, കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുക, IT സെക്ടറിൽ ജോലി ചെയ്യുക, വലിയ ബുദ്ധിമുട്ടുകളൊന്നും അറിയുന്നില്ല, കൊണ്ടുപോകാനും കൊണ്ടുവിടാനുമായിട്ട് കമ്പനിയുടെ തന്നെ ക്യാബുകളുണ്ട്. ഇത്തരം ജോലികളാണ് ഭൂരിഭാഗം പാരന്റ്സും കുട്ടികൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ജോലി. തീർച്ചയായിട്ടും നല്ലതാണ്, കാരണം ഇവിടെ മാനുവൽ ലേബർ വളരെ കുറവാണ്. പക്ഷെ ഈ ഒരു ജോലി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, 2010 വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കൺസെപ്റ്റ് ഞാൻ പറയാണ്, പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ പോവുക, എങ്ങനെ ഒരു ജോലിക്കാരനാവാം എന്നുള്ളത് പഠിക്കുക എന്നുള്ളതാണ്. 2010 വരെയുള്ള ചിന്താഗതി അങ്ങനെയാണ്. നമ്മൾ കുട്ടീനെ സ്കൂളിലേക്ക് വിടുമ്പോൾ ഒരു രക്ഷിതാക്കളും കുട്ടിയോട് പറയുന്നില്ല നിങ്ങൾ സ്കൂളിലേക്ക് പോകേണ്ടത് സമ്പന്നനാവാൻ വേണ്ടിയിട്ടാണ്, എങ്ങനെ നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്, എങ്ങനെ നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കാൻ ആണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സ്കൂളിലേക്ക് കുട്ടികളെ വിടുന്നത് എന്നുള്ളതല്ല. നമ്മൾ അവരോട് പറയുന്നത് എന്താ, നിങ്ങൾ സ്കൂളിൽ പോയാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു ജോലിക്കാരനാവാൻ പറ്റുകയുള്ളൂ, നല്ലൊരു കമ്പനിയുടെ അണ്ടറിൽ വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. സ്റ്റെപ്പ് നമ്പർ 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ആ കുട്ടി വളർന്ന് ജോലിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ആ കുട്ടീനെ ജോലിക്കാരനായിട്ട് ഏറ്റെടുക്കുന്ന ഒരു കമ്പനീനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആ കമ്പനീനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ 40 കൊല്ലം വരെ കമ്പനിയുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നു. സ്റ്റെപ്പ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടയർ ആവുന്നു. 40 കൊല്ലം കഴിഞ്ഞാൽ റിട്ടയർ ആവുന്നു. 2010 വരെയുള്ള കൺസെപ്റ്റ് ഇങ്ങനെയായിരുന്നു. എന്നാൽ 2020 ഒക്കെ ആയപ്പോൾ 2010 തൊട്ട് 2020 ആ കൺസെപ്റ്റിൽ ചെറിയൊരു മാറ്റം വന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി കുറച്ച് മാറ്റം വന്നു. എക്കണോമിക്കൽ കാര്യങ്ങളിൽ ഇന്ത്യയിലും അതേപോലെ വിദേശത്തും കുറേയേറെ മാറ്റങ്ങൾ വന്നു. ഇൻഫ്ലേഷൻ വന്നു, ജോബിന്റെ അവൈലബിലിറ്റി വളരെ കുറഞ്ഞു. അത്തരത്തിൽ ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ കൺസെപ്റ്റ് ചെറുതായിട്ടൊന്ന് മാറി. എന്നാലും ബേസിക് ലെവൽ സെയിം തന്നെയാണ്. സ്കൂളിൽ പോവുക, നമ്മൾ ഒരു എംപ്ലോയി ആവാനോ അല്ലെങ്കിൽ ഒരു ജോലിക്കാരനാവാനോ ആയിട്ടോ പഠിക്കുക,
ഫൈൻഡ് എ കമ്പനി ദാറ്റ് വിൽ എംപ്ലോയ് യു. നിങ്ങൾ ഒരു കമ്പനീനെ കണ്ടുപിടിക്കുക നിങ്ങൾ എംപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. മൂന്നാമതാണ് ഷിഫ്റ്റ് കമ്പനീസ് ഫോർ വേരിയസ് പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക്കൽ റീസൺ ഇൻ എവറി 3 to 5 years. അപ്പൊ മുന്നേ ഞാൻ പറഞ്ഞത് 2010 വരെ ഒരേ കമ്പനിയിൽ തന്നെ 40 കൊല്ലം നിന്ന് റിട്ടയർമെന്റ് ആവുന്ന വരെ അവിടെ നിൽക്കുക എന്നുള്ളതായിരുന്നെങ്കിൽ 2010 തൊട്ട് 2020 ആയപ്പോൾ ചിന്താഗതി കുറച്ച് മാറി. അതായത് ഒരു കമ്പനിയിൽ നിന്ന ഉയർച്ച ഉണ്ടാവില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുരങ്ങനെ പോലെ ചാടിക്കളിക്കണം. ഒരു കമ്പനിയിൽ 3 കൊല്ലം നിൽക്കുന്നു, 3 കൊല്ലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അടുത്ത കമ്പനിയിൽ അപ്ലൈ ചെയ്യുന്നു, അവിടെ ഒരു 3 കൊല്ലം, അങ്ങനെ അങ്ങനെ ചാടി 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 ഒരു 40 കൊല്ലം പിന്നിടുന്നു, വീണ്ടും റിട്ടയർമെന്റിലേക്ക് തന്നെ എത്തുന്നു. പക്ഷേ 2020 ആയപ്പോൾ ഇതൊന്നും കൂടി മാറി. 2020 ശേഷം ഈ കൺസെപ്റ്റ് മൊത്തത്തിൽ മാറി. ഇപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഓഫീസിൽ പോയിട്ട് കറക്റ്റ് സമയം അവിടെ ഇരുന്നു, ഇത്ര സമയം തൊട്ട് ഇത്ര സമയം വരെ വർക്ക് ചെയ്തു, ഇത്ര കൊല്ലം ആ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്തു, അതിലൊന്നും അർത്ഥമില്ല. നമ്മൾ എത്ര നേരം വർക്ക് ചെയ്യുന്നു എന്നല്ല അർത്ഥം, നമ്മൾക്ക് തരുന്ന കാശിനനുസരിച്ചുള്ള പ്രൊഡക്ടിവിറ്റി നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പൊ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് ഏറ്റവും സ്കില്ലോട് കൂടിയിട്ട് ആര് വർക്ക് ചെയ്യുന്നു അവർക്ക് മാത്രമേ ശമ്പളമുള്ളൂ. നമുക്കറിയാം കഴിഞ്ഞ ഒരുപാട് കൊല്ലങ്ങളായിട്ട് പല മേഖലകളിലും ഒരുപാട് വ്യക്തികള് ആ ഒരു മേഖലയിൽ ഇരുന്നു കൊണ്ട് തന്നെ ആ സമയം തികച്ചത് കൊണ്ട് തന്നെ മാത്രം വരുമാനം മേടിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പ്രൊഡക്ടിവിറ്റി ഒന്നും ഉണ്ടായിട്ടില്ല, കമ്പനീനെ മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കമ്പനി എന്ത് ചെയ്യാൻ പറഞ്ഞു അത് അതേപോലെ ചെയ്യുന്നു, അതിന് കൂടുതലുമില്ല കുറവുമില്ല, അതുപോലെ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അത്തരം ആൾക്കാരെ ആയിരിക്കും കമ്പനി ആദ്യം തന്നെ പുറത്താക്കുക. കാരണം പ്രൊഡക്ടിവിറ്റി മാത്രമേ ഇപ്പൊ കമ്പനി നോക്കുന്നുള്ളൂ. അതായത് 4 പേരുടെ പണി ഒരുത്തൻ ഒറ്റയ്ക്ക് എടുക്കുകയാണെങ്കിൽ ആ 4 പേരെ കമ്പനി പുറത്താക്കും, ആ ഒറ്റ ഒരുത്തനെ മാത്രം അവിടെ നിർത്തിക്കൊണ്ട് പ്രൊഡക്ടിവിറ്റി കൂട്ടാനുള്ള കാര്യങ്ങളും എക്സ്പെൻസ് കുറയ്ക്കാനുള്ള കാര്യങ്ങളുമാണ് കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കമ്പനിക്ക് എപ്പോ വേണമെങ്കിലും ഏതൊരു വ്യക്തിയുടെയും സാലറി കട്ട് ഷോർട്ട് ചെയ്യാൻ സാധിക്കും, ആരെ എപ്പോ വേണമെങ്കിലും റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. അത് തന്നെയാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസിന്റെ കാര്യങ്ങളൊന്നും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു വൈറ്റ് കോളർ ജോബിലേക്കാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അപേക്ഷ കൊടുക്കുന്നത്. ഈ വൈറ്റ് കോളർ ജോബിൽ ഏറ്റവും കൂടുതൽ പെടുന്ന ഒരു കാറ്റഗറിയാണ് ഗവൺമെന്റ് ജോബുകൾ. 6000 LTC വേക്കൻസീസ് ആണ് ഉള്ളത്. പക്ഷേ 16 ലക്ഷത്തിലധികം കാൻഡിഡേറ്റുകളാണ് ഈ എക്സാമിന് വേണ്ടിയിട്ട് അപ്പിയർ ചെയ്യുന്നത്. അപ്പോൾ എത്ര പേർക്ക് ഇതിൽ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്, എത്ര പേര് തൊഴിലില്ലാതെ തിരിച്ച് വീണ്ടും PSC എഴുതേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറും. ഇനി സിവിൽ സർവീസിൽ അവരുടെ ബേസിക് പേ എന്ന് പറയുന്നത് 56,100 രൂപയാണെങ്കിൽ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി, 2 കോടി ജനങ്ങളാണ് ഒരു കൊല്ലം ഇന്ത്യയിൽ ജനിക്കുന്നത്. അതിൽ ആകെ 1200 പേർക്ക് മാത്രമേ സിവിൽ സർവീസ് എക്സാം കിട്ടുന്നുള്ളൂ. എത്ര കോടി ജനങ്ങളാണ്, എത്ര കോടി ചെറുപ്പക്കാരാണ് തൊഴിൽ രഹിതരായിട്ട് പോകുന്നത്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, ഇതൊരു ലേറ്റസ്റ്റ് ഫിഗർ ആണ്. ഈ ഒരു ഫിഗർ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. കാരണം നമ്മൾ കുട്ടികളെ പഠിപ്പിച്ച് വലുതാക്കി അവർക്ക് വേണ്ട ഏറ്റവും ബെസ്റ്റ് എഡ്യൂക്കേഷൻ കൊടുത്തു, അവരെ ഏറ്റവും നല്ല കോളേജിൽ ചേർത്തു, അവരെ ഏറ്റവും നല്ല കമ്പനികൾ എടുത്തു കൊണ്ടുപോകുന്ന കോളേജ് തെരഞ്ഞെടുത്തുകൊണ്ട് തന്നെ അവിടെ പ്ലേസ് ചെയ്തിട്ടും ഇന്ന് കുട്ടികൾ തൊഴിലില്ലാതെ നടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കുറ്റമാണോ, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കുറ്റമാണോ, അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ കുറ്റമാണോ എന്നുള്ളത് നമ്മളൊന്ന് വിലയിരുത്തണം. ആരുടെയും കുറ്റമല്ല, അവസരങ്ങളുണ്ട്. പക്ഷെ അവസരങ്ങൾ ഇവിടെയല്ല എവിടെയാണെന്നുള്ളത് കുറച്ചും കൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്ക് ചെറിയൊരു സർവേയിലേക്ക് നോക്കാം. 2024 ഫെബ്രുവരിയിൽ പറഞ്ഞൊരു കണക്കനുസരിച്ചിട്ട് അൺഎംപ്ലോയ്മെന്റ്, അതായത് ഇന്ത്യയിലെ തൊഴിലില്ലായ്മ 8% വർദ്ധിച്ചു എന്നാണ് ബന്ധം. 6.8% ഉണ്ടായിരുന്നു ജനുവരിയിൽ, പക്ഷേ ഫെബ്രുവരി ആയപ്പോഴേക്കും 8% ഈ മാസം മെയ് ആണ്. മെയിൽ എത്ര ശതമാനം കൂടിയിട്ടുള്ള കണക്ക് വന്നിട്ടില്ല, പക്ഷെ ഡെഫിനറ്റ്ലി ഒരു ഫിഗർ വെച്ച് നോക്കുകയാണെങ്കിൽ തൊഴിലില്ലായ്മ കൂടിയിരിക്കുകയാണ്. അതിന്റെ അർത്ഥം അവസരങ്ങൾ അനുദിനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇതിന്റെ റിയാലിറ്റി നമ്മൾ ശരിക്കും ഉൾക്കൊള്ളണം. റിപ്പോർട്ട്സ് ഇൻഡിക്കേറ്റ് ദാറ്റ് ടെക്നോളജി, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിന് ഏറ്റവും കൂടുതൽ മാതാപിതാക്കൾ കുട്ടികളെ അയക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മേഖല IT സെക്ടറാണ്. ആ ഒരു IT സെക്ടറിൽ തന്നെ കഴിഞ്ഞ ഒരു കൊല്ലത്തിനുള്ളിൽ 2,40,000 ജോലികളാണ് വേണ്ടെന്ന് വെച്ചത്. അതായത് 2,40,000 ജീവനക്കാരെ പിരിച്ചുവിട്ടു. കാരണം ടെക്നോളജി കൂടുന്നതിനൊപ്പം തന്നെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ അളവിൽ കുറവ് വരികയാണ്. കാരണം ഇന്ന് നമുക്കറിയാം ChatGPT പോലത്തെ കമ്പ്യൂട്ടറിൽ കേപ്പബിൾ ആയിട്ടുള്ള AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു കഴിഞ്ഞു. നമ്മളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന്റെ എല്ലാ വശവും കവർ ചെയ്തുകൊണ്ടുള്ള ഉത്തരം നമുക്ക് വോയിസ് വഴി കേൾക്കുന്ന രീതിയിലേക്ക് ഇന്ന് ChatGPT പോലത്തെ ഇൻസ്ട്രുമെന്റ്സ് മാറുമ്പോൾ ഇന്ന് എത്രത്തോളം ജോലി സാധ്യതകൾ ഒരു യുവാവിന് ഉണ്ടാവുന്നും കൂടി നമ്മൾ നോക്കണം. അപ്പൊ ടെക്നോളജി കൂടുന്നതിനൊപ്പം തന്നെ ഇന്ന് എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് ജോലി കിട്ടാനുള്ള അവസരങ്ങൾ വീണ്ടും വീണ്ടും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് 50% ഇൻക്രീസ് ആണ് ഈ ഒരു ജോബ് കട്ടിൽ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ഒരു കൊല്ലത്തിന്റെ ഗ്യാപ്പിൽ. ഇനി വേറൊരു മേഖല നമുക്ക് ഇഷ്ടപ്പെട്ടതുണ്ട്, സെയിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഒരു കമ്പനിയുടെ അണ്ടറിൽ നമുക്ക് വേണമെങ്കിൽ സെയിൽ ചെയ്യാം. പക്ഷെ കമ്പനിക്ക് തീരുമാനിക്കാൻ പറ്റും എപ്പോ വേണമെങ്കിലും നിങ്ങളുടെ സെയിൽസ് മാർജിൻ എങ്ങനെ കൂട്ടണമോ എങ്ങനെ കുറയ്ക്കണമോ, നിങ്ങളുടെ അവേഴ്സ് എത്ര കൂട്ടണമോ കുറയ്ക്കണമോ, നിങ്ങൾക്ക് അത് മന്ത്ലി ബേസിസിലാണ് നിങ്ങൾക്ക് അതിന്റെ ബേസിസിൽ ഒരു കമ്മീഷൻ കിട്ടുക. അപ്പൊ ഇന്നത്തെ കാലത്ത് നമ്മളൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് സെയിൽ ചെയ്യാൻ ഇറങ്ങിയാലും അവിടെ ഒരു കോമ്പറ്റീഷന്റെ സാധ്യത വളരെ വളരെ കൂടുതലാണ്.
അടുത്തതാണ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ട്രഡീഷണൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, ഒരു സ്വന്തമായിട്ട് ഒരു സ്ഥാപനം ഇടാം. പക്ഷെ ആ ഒരു സ്ഥാപനം ഇടുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു മൂലധനമാണ്. ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് വേണം. നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ഒരു പക്ഷെ അത് എടുക്കാൻ ഉണ്ടായിരിക്കില്ല. ഇനി എടുത്താൽ തന്നെ അതിലൊരു റിസ്ക് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഇവിടുന്ന് നമ്മുടെ വീടിന്റെ ചുറ്റളവിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്ന പലചരക്ക് കടകളാണല്ലേ. ഒരു ഏരിയയിൽ തന്നെ ചിലപ്പോൾ ഒരു 4-5 പലചരക്ക് കടകൾ ഉണ്ടാവും. ഇത്രയും കോമ്പറ്റീഷൻ വരുമ്പോൾ അവിടെ എല്ലാ കടക്കാരുടെ അടുത്ത് പോയിട്ട് ആൾക്കാർ വാങ്ങില്ല. എവിടെയാണോ ഏറ്റവും ബെസ്റ്റ് സർവീസ് കിട്ടുന്നത് അവിടെ പോയിട്ട് അവർ വാങ്ങും. അപ്പൊ ഇത്തരം കാറ്റഗറി ബിസിനസ്സിലാണെങ്കിലും നമുക്കൊരു വലിയ റിസ്ക് അവിടെ ഉണ്ട്. കാരണം എന്താ, ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് അവിടെ ഇൻവോൾവ് ആണ്. നമ്മൾ സ്വന്തമായിട്ട് തുടങ്ങുന്ന ഒരു സ്ഥാപനം ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ 24/7, അതായത് 24/7 നമ്മൾ അവിടെ ഉണ്ടായിരിക്കണം. കാരണം എന്താ, നമ്മുടെ ശ്രദ്ധ അവിടെ നിന്ന് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ, എസ്പെഷ്യലി ആദ്യത്തെ ഒരു 3-4 കൊല്ലം നമ്മൾ അവിടെ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ബിസിനസ് എങ്ങനെ വേണമെങ്കിലും ഡൗൺവേർഡ് ഡിക്ലൈൻ ആയിരിക്കാം. അപ്പൊ ഇവിടെ നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായിട്ട് വേണമെന്ന് മാത്രമല്ല, ഒരു പക്ഷെ നമുക്ക് വീട്ടിൽ പോകാനുള്ള ഒരു ടൈം പോലും കിട്ടില്ല. ഫുൾ ടൈം നമ്മൾ കമ്പനിയുടെ കാര്യങ്ങൾ ഏർപ്പാടാവും. നമ്മൾ നന്നായി സെയിൽ ചെയ്യുന്ന ഒരാളായിരുന്നിട്ടുണ്ടാവാം, നല്ല സെയിൽ സ്കില്ലുള്ള ആളായിരിക്കും. പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് സ്ഥാപനം ഇട്ടപ്പോൾ എന്തുണ്ടായി, നമ്മൾ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് മാറി. നമ്മുടെ ജീവനക്കാർക്കുള്ള ശമ്പളം നോക്കണം, ടാക്സിന്റെ കാര്യങ്ങൾ നോക്കണം, ചരക്ക് വന്നോ നോക്കണം, ഓർഡർ ഇട്ടോ നോക്കണം, ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ടൈഡപ്പ് ആവുകയാണ് ചെയ്യുന്നത്. ഇതിന് പുറമെ നമ്മൾ ഇട്ട ഇൻവെസ്റ്റ്മെന്റിന്റെ റിട്ടേൺസ് കിട്ടുമെന്ന് ആലോചിച്ചിട്ടുള്ള ടെൻഷൻ അവിടെ വളരെ കൂടുതലാണ്. ഈ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ നമുക്കൊരു ഹ്യൂജ് മാനേജ്മെന്റ് സ്കിൽസ് വേണം. ചെറിയ രീതിയിലുള്ളതല്ല ഞാൻ പറയുന്നത്, ഒരു ഹ്യൂജ് ലെവൽ ഓഫ് മാനേജ്മെന്റ് സ്കിൽസ് നമുക്ക് ഇവിടെ ആവശ്യം വരുന്നുണ്ട്. അപ്പൊ ട്രഡീഷണൽ ബിസിനസ് ഇന്നത്തെ കാലത്ത് നടത്തുക എന്ന് പറയുന്നത് അത്ര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം ഒരു തട്ടുകട തുടങ്ങാൻ തന്നെ മിനിമം 1 ലക്ഷത്തിന് മേലെ നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരും. ഇനി വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു 5 ടൈപ്പ് ഓഫ് കരിയർ ഉണ്ട്. ആ കരിയറിലെ അവസാനത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റർ ആവുക എന്നുള്ളതാണ്. വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ കാശ് ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റർ ആയിട്ട് മാറാം. പക്ഷെ ഇൻവെസ്റ്റർ ആയിട്ട് മാറുകയാണെങ്കിലും നിങ്ങൾക്ക് അതിന് എന്ത് വേണം, ഒരു നല്ലൊരു തുക വേണം, നല്ലൊരു എമൗണ്ട് ഓഫ് മണി വേണം, നോളേജ് വേണം, സ്കില്ല് വേണം. അതിൽ എങ്ങനെ പ്രവർത്തിക്കണം, ഏത് സമയത്ത് ഏത് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിന്റെ അറിവ് വേണം, സ്കില്ല് വേണം. ഫുൾ ടൈം നിങ്ങൾ അവിടെ ശ്രദ്ധാപൂർവ്വം ഇരിക്കണം. നിങ്ങൾക്ക് വേറെ ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല, കംപ്ലീറ്റ്ലി അതിൽ ഇമേഴ്സ്ഡ് ആയിട്ട് ഇരിക്കണം. ഇതിലും നിങ്ങൾക്ക് റിട്ടേൺസ് ഒന്നുമില്ല. കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ ഇടുമ്പോൾ ആദ്യം അവർ പറയുന്ന കാര്യം യാതൊരു ഉറപ്പില്ല നിങ്ങൾക്ക് ഇത് തിരിച്ചു കിട്ടുന്നതാണ്. ഇത് പ്യുവർലി മാർക്കറ്റ് ബേസിസ് ആണ്. എപ്പോ വേണമെങ്കിലും ഇടിയാം, എപ്പോ വേണമെങ്കിലും കയറാം. കയറിയ ലാഭം, ഇല്ലെങ്കിൽ KKPP, കിട്ടിയാ കിട്ടി, പോയി. എനിത്തിങ് ക്യാൻ ഹാപ്പൻ എനി ടൈം. എപ്പോ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം, സംഭവിക്കും. സോ ഇങ്ങനെ ഒരു സിസ്റ്റത്തിലൂടെയാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. അപ്പൊ ഈ ഒരു 5 കാറ്റഗറി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിൽ ഏതാണോ ഇന്നത്തെ കാലത്ത് ഒരു എക്സ്ട്രാ വരുമാനം തരുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കണം. ഏത് കൊണ്ടാണ് നമുക്കിന്ന് നിലനിൽക്കാൻ പറ്റുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഏതാണ് നമുക്ക് ഏറ്റവും ഏബിൾ ആക്കുക എന്നുള്ളതും കൂടി ചിന്തിക്കണം. പക്ഷെ നിർഭാഗ്യവശ ഈ 5 എണ്ണവും ഇന്നത്തെ കാലഘട്ടം നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇത് ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം എന്താ, ജീവിത രീതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ജീവിത രീതി എന്ന് മാത്രമല്ല, നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, ട്രെൻഡുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഒപ്പം നമുക്കും മാറാൻ സാധിക്കും. പക്ഷെ ഈ ട്രെൻഡുകളും ഈ ഒരു ജീവിത രീതിയും ഒക്കെ മാറും, അല്ലെങ്കിൽ ഇതിലൊരു മാറ്റം വരും എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയ ഒരു വ്യക്തിയല്ല ജെ പോൾ ഗെറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, അദ്ദേഹം ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിരുന്നു. ഒരു പക്ഷേ ലോകത്തിലെ ആദ്യത്തെ ബില്യണർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ജെ പോൾ ഗെറ്റി എന്ന് പറയുന്നത്. ഇദ്ദേഹം ഒരുപാട് കൊല്ലങ്ങൾക്ക് മുന്നേ, ഒരു 10, 40, 60 കൊല്ലങ്ങൾക്ക് മുന്നേ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് 3 സിദ്ധാന്തങ്ങളാണ് പറഞ്ഞത്. ഏത് വ്യക്തിയാണ് ഏറ്റവും സക്സസ്ഫുൾ ആവുക, ഏറ്റവും സമ്പന്നനാവുക, ഏറ്റവും പവർഫുൾ ആവുക എന്ന് അദ്ദേഹത്തിനോട് ഒരു വ്യക്തി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, 3 കാര്യങ്ങൾ ഒരു വ്യക്തിയാണ് സമ്പന്നനാവുക എന്നുള്ളതാണ്. ഒന്നാമത്, സ്വന്തമായിട്ട് ആർക്ക് ബിസിനസ് ഉണ്ടോ അവർ സമ്പന്നരായിരിക്കും. സ്വന്തമായിട്ട് ആർക്ക് ബിസിനസ് ഉണ്ടോ അവർ സമ്പന്നരായിരിക്കും, അവർ സക്സസ്ഫുൾ ആയിരിക്കും. പക്ഷെ അവര് ചെയ്യുന്ന ബിസിനസ് എന്ന് പറയുന്നത് നിത്യേന ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ബിസിനസ് ആയിരിക്കണം. അതായത് വീട്ടിലേക്ക് സ്ഥിരമായിട്ട് വാങ്ങുന്ന ഉൽപ്പന്നങ്ങളുടെ ബിസിനസ് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ മാത്രമേ ഇന്ന് ലോകത്തിൽ നിലനിൽക്കുകയുള്ളൂ. കാരണം വേറെ ഏത് ഇൻഡസ്ട്രി നിങ്ങൾ എടുത്താലും, നിങ്ങളൊരു കാർ എടുത്താലും, നിങ്ങളൊരു കൺസ്ട്രക്ഷൻ ബേസ്ഡ് ഇൻഡസ്ട്രി എടുത്താലും, നിങ്ങളൊരു ടെക്സ്റ്റൈൽ ബേസ്ഡ് ഇൻഡസ്ട്രി എടുത്താലും, എന്തെടുത്താലും അവിടെ ഒന്നിൽ കൂടുതൽ വട്ടം ഒരേ മാസം ഇത് ഉപയോഗിക്കാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. പക്ഷേ നിത്യേന ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഡെയിലി ബേസിസിൽ ആൾക്കാർ എന്ത് ചെയ്യും, അത് കൺസ്യൂം ചെയ്യും. അപ്പൊ അതിന് നിലനിൽപ്പ് ഉണ്ടാവും, അതിനൊരു ഫ്യൂച്ചർ ഉണ്ട്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് നിങ്ങളെ 3%, മറ്റുള്ളവരെ 97% ആശ്രയിക്കുന്ന ബിസിനസ് ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. അതായത് ഒരിക്കൽ കൂടി ഞാൻ പറയാം, നമ്മൾ സ്വന്തമായിട്ട് ഒരു ബിസിനസ് ചെയ്യണം. ആ ബിസിനസ് നിത്യേന ഉൽപ്പന്നങ്ങളുടെ ബിസിനസ് ആയിരിക്കണം. ഒപ്പം തന്നെ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് 3% നിങ്ങളെയും 97% മറ്റാൾക്കാരെയും
യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ബിസിനസ് ആയിട്ട് മാറിയാൽ മാത്രമേ ആ ബിസിനസ്സിന് നിലനിൽപ്പ് ഉണ്ടാവൂ. അതിന്റെ അർത്ഥം പ്രോപ്പർ ആയിട്ട് ഒരു നെറ്റ്വർക്ക് ഇല്ലാതെ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റില്ല എന്നാണ്. കാരണം 3% മാത്രമേ നിങ്ങളെ ആശ്രയിക്കുന്നുള്ളൂ. 97% ആശ്രയിക്കുന്നതും പുറത്തുള്ള ആൾക്കാരെയാണ്. അപ്പൊ അതിന്റെ അർത്ഥം നല്ല രീതിയിൽ ആർക്കാണോ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് മാത്രമേ ഇന്ന് ലോകത്തിൽ ഏറ്റവും സമ്പന്നവരുടെ പട്ടികയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. നമുക്കൊരു ചെറിയൊരു ഉദാഹരണം കാണാം. ഈ ഒരു 3 പ്രിൻസിപ്പിൾസും പാലിക്കുന്ന ബിഗ് കോൺഗ്ലോമറേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വരുമാനം ജനറേറ്റ് ചെയ്യുന്ന 3 കമ്പനികൾ എന്തുകൊണ്ട് ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്തു നമുക്ക് നോക്കാം. ടാറ്റ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഏറ്റവും കൂടുതൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ടാറ്റ. ടാറ്റയ്ക്ക് ടാറ്റ മോട്ടോഴ്സ് ഉണ്ട്, മെറ്റാലിക്സ് ഉണ്ട്, കെമിക്കൽസ് ഉണ്ട്, കോഫി ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ടാറ്റ പവർ ഉണ്ട്, ടാറ്റയുടെ AC വോൾട്ടാസ് ഉണ്ട്, ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു സ്വപ്ന വാഹനമായിട്ടുള്ള ജാഗ്വാർ ഉണ്ട്. ഈ കാര്യങ്ങളെല്ലാം ടാറ്റയ്ക്ക് ഉണ്ട്. ടീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള IT ഫേം ടാറ്റ നടത്തുന്നുണ്ട്. ലാൻഡ് റോവർ റീസെന്റ് ടാറ്റ പർച്ചേസ് ചെയ്തു. ടൈറ്റൻ എന്ന് പറഞ്ഞ വാച്ച് ടാറ്റയുടെ ആണ്. അതേപോലെ തന്നെ ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനി ലിമിറ്റഡ് IHCL എന്ന് പറഞ്ഞിട്ടുള്ളതും ടാറ്റയുടെ ആണ്. ഇതെല്ലാം ടാറ്റയ്ക്ക് ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് ഇന്ന് ടാറ്റ ഉപ്പ് വിൽക്കുന്നു? നിങ്ങൾ ആലോചിച്ചു. എന്തുകൊണ്ട് ഇന്ന് ടാറ്റ ഉപ്പ് വിൽക്കുന്നു? ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം. കാരണം ഈ പറഞ്ഞ എല്ലാ കാറ്റഗറിയും എപ്പോ വേണമെങ്കിലും നിന്ന് പോവാം. എപ്പോ വേണമെങ്കിലും ഇതിന്റെ പ്രൊഡക്ഷനോ അല്ലെങ്കിൽ ഇതിന്റെ കൺസംഷനോ എപ്പോ വേണമെങ്കിലും ഒരു ഹോൾട്ട് വരാം. അപ്പൊ നമുക്കറിയാം കോവിഡ് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ നേരിട്ട ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എല്ലാ ഇൻഡസ്ട്രികളും അടച്ചുപൂട്ടി. ആകെ രണ്ടേ ഇൻഡസ്ട്രികൾക്ക് മാത്രമേ പെർമിഷൻ ഉണ്ടായിരുന്നു. മെഡിക്കൽ ഇൻഡസ്ട്രി അതുപോലെ തന്നെ FMCG സെക്ടർ. ഈ 2 സെക്ടേഴ്സും ഉള്ള ഇൻഡസ്ട്രിക്ക് മാത്രം പെർമിഷൻ ഉണ്ടായി, ബാക്കി എല്ലാം അടച്ചുപൂട്ടി. ടാറ്റയെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കോവിഡ് കാലഘട്ടമാണെങ്കിൽ എത്ര പേര് കാറ് മേടിക്കും, എത്ര പേര് മെറ്റൽ മേടിക്കും, എത്ര പേര് കെമിക്കൽ മേടിക്കും, എത്ര പേര് കമ്മ്യൂണിക്കേഷൻസ് മേടിക്കും, എത്ര പേര് ടാറ്റ പവർ മേടിക്കും, എത്ര പേര് AC മേടിക്കും, എത്ര പേര് IT ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യും, എത്ര പേര് ജാഗ്വാർ മേടിക്കും? വളരെ 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 0.0111% എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ അന്നും ഇന്നും ടാറ്റ തുടങ്ങിയ കാലഘട്ടം തൊട്ടും ഇന്നും സ്ഥിരമായിട്ട് മൂവ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു പ്രൊഡക്റ്റ് ആണ് ടാറ്റ സോൾട്ട്. കാരണം എന്താ? അതെല്ലായിടത്തും വേണം. ഏതൊരു സാധാരണ വീട്ടിൽ തൊട്ട് ഏറ്റവും പണക്കാരനായിട്ടുള്ള അംബാനിയുടെ വീട്ടിൽ വരെ എന്ത് വേണം? ഉപ്പ് വേണം. ഈ കാഴ്ച ആർക്ക് മനസ്സിലായി? ഈ ഒരു വിഷൻ ആർക്ക് മനസ്സിലായി? ടാറ്റയ്ക്ക് മനസ്സിലായി. ടാറ്റയോട് കൂടി അത് നിൽക്കുന്നില്ല. അടുത്ത ഒരു കമ്പനിയാണ് നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ സുപരിചിതമായിട്ടുള്ള ഒരു കമ്പനി, അതാണ് റിലയൻസിന് ഇന്ന് ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. കുട്ടികൾക്ക് കളിക്കാനുള്ള ഹാംലേസ് തൊട്ട് ഇന്ന് ഇൻവെസ്റ്റ്മെന്റ് മാർക്കറ്റിൽ ഇടാനുള്ള FIND എന്ന് പറഞ്ഞ ഫണ്ട് വരെ ഉണ്ട്. ജിയോ സാവൻ എന്ന് പറഞ്ഞ പാട്ട് കേൾക്കുന്നുണ്ട്. വീട്ടിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിച്ചു തരുന്ന ടൺസോ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഉണ്ട്. അങ്ങനെ അനേകം ഉൽപ്പന്നങ്ങൾ ഇന്ന് റിലയൻസിന് ഉണ്ടെങ്കിൽ പോലും എന്തുകൊണ്ട് റിലയൻസ് സൂപ്പർ മാർക്കറ്റ് തുടങ്ങി? കാരണം ജനങ്ങൾ നിത്യേന ഉപയോഗിക്കുന്ന ഒരേ ഒരു മേഖലയേ ഉള്ളൂ, അതാണ് FMCG. അതിലൂടെ ഉണ്ടാക്കാൻ പറ്റുന്ന ടേൺ ഓവർ ഇന്ന് വേറെ ഒന്നിലൂടെയും ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള സത്യം ആര് തിരിച്ചറിഞ്ഞു? റിലയൻസ് സ്മാർട്ട് തിരിച്ചറിഞ്ഞു, റിലയൻസ് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ അവർ ഒരു സൂപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ സ്വന്തം കല്യാൺ സിൽക്സ് അല്ലെ, ഇന്ന് ഇന്ത്യയിൽ തന്നെ പട്ടിന് പേര് കേട്ട ഒരു പ്രസ്ഥാനമാണ് കല്യാൺ സിൽക്സ്. ആ കല്യാൺ സിൽക്സ് എന്തുകൊണ്ട് കല്യാൺ എക്സ്പ്രസ് മാർട്ട് തുറന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. കാരണം എന്താ? ജനങ്ങൾ നിത്യേന ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ എവിടെയുണ്ടോ അവിടെയാണ് വളർച്ച ഉണ്ടാവുള്ളൂ, അവിടെയാണ് സക്സസ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ എവിടേക്കാണോ വരുന്നത്, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏത് മേഖലയിലേക്കാണോ വരുന്നത്, ആ ഒരു മേഖലയിൽ നെറ്റ്വർക്ക് ഫോം ആവുന്നുണ്ട്. ആ നെറ്റ്വർക്കിനെ ആര് നന്നായി ബിൽഡ് ചെയ്യുന്നു, ആ ഒരു ബിൽഡ് ചെയ്യുന്ന ഒരാളാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ വ്യക്തികളായിട്ട് മാറുക. അതുകൊണ്ടാണ് നമ്മുടെ പ്രീവിയസ് പ്രസിഡന്റ് ആയിട്ടുള്ള APJ അബ്ദുൽ കലാം സാർ പറഞ്ഞത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ബിസിനസ് ഓഫ് 21st സെഞ്ചുറി. 21ാം നൂറ്റാണ്ടിന്റെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് വളരുന്ന ഒരു പ്രസ്ഥാനമാണ്, ഒരു മീഡിയമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, വിച്ച് മസ്റ്റ് ബി ജോയിൻഡ് ബൈ എവറി യങ് മാൻ. എല്ലാ ചെറുപ്പക്കാരും അതേപോലെ തന്നെ ചെറുപ്പക്കാരികളും ഗ്ലോബലി ഈ ഒരു ബിസിനസിനെ വളരെ ചെറുപ്പം തൊട്ട് തന്നെ ഏറ്റെടുക്കണം എന്നാണ് APJ അബ്ദുൽ കലാം പറഞ്ഞത്. ഒപ്പം തന്നെ നമ്മുടെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദി പറഞ്ഞത് ഇന്ന് അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഡയറക്ട് സെല്ലിംഗ് ഒരുപാട് ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും സ്ത്രീകൾക്കും ഒരേപോലെ അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒരുപാട് പേര് സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി പര്യാപ്തമാക്കുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. അമേരിക്കയിലെ ഫോർമർ പ്രസിഡന്റ് ആയിട്ടുള്ള നമ്മുടെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ കാര്യം, അദ്ദേഹം ഇപ്പോഴാണ് ഒരു ജോലി നോക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോ എല്ലാം കൂടി ഒന്നേന്ന് തുടങ്ങാനുള്ള ഒരു അവസരം ഉണ്ടെങ്കിൽ അദ്ദേഹം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി തന്നെയാണ് തെരഞ്ഞെടുക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന പുസ്തകം എഴുതിയ ഈ ഒരു വ്യക്തി റോബർട്ട് കയോസാക്കി അദ്ദേഹം പറഞ്ഞ കാര്യം, ദ റിച്ചസ്റ്റ് പീപ്പിൾ ഇൻ ദ വേൾഡ് ലുക്ക് ഫോർ ആൻഡ് ബിൽഡ് നെറ്റ്വർക്ക്, എവരിവൺ എൽസ് ഫോർ ലുക്സ് ഫോർ വർക്ക്. മറ്റേ എല്ലാവരും ജോലിക്ക് വേണ്ടി മാത്രമേ പോകൂ. ആരൊക്കെ?
സാധാരണ ശരാശരി ഒരു ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ജോലി മാത്രമേ ചെയ്യൂ. പക്ഷേ ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? അവർ നല്ലൊരു നെറ്റ്വർക്കിനെ ഡെവലപ്പ് ചെയ്യും. മൈക്രോസോഫ്റ്റ് എന്നൊരു കമ്പനി കണ്ടുപിടിച്ച ബിൽ ഗേറ്റ്സ് അദ്ദേഹം പറഞ്ഞ കാര്യം, ഒരിക്കൽ കൂടി ഒരു സ്ഥാപനം തുടങ്ങാൻ ഒരു അവസരം ഉണ്ടെങ്കിൽ, ഒരു ബിസിനസ് ചെയ്യാൻ ഒരു അവസരം ഉണ്ടെങ്കിൽ ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗേ ചെയ്യൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബിൻ ക്ലിൻസ്റ്റൺ അദ്ദേഹം പറഞ്ഞത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇസ് ഓൾ അബൌട്ട് മാർക്കറ്റിംഗ് ത്രൂ പീപ്പിൾ ഫോർ പീപ്പിൾ ബൈ ദ പീപ്പിൾ. എന്താണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്? ജനങ്ങളിലൂടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങൾക്കായിട്ട് മാർക്കറ്റ് ചെയ്യുന്നതിനാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയാം. സോ എന്തുകൊണ്ട് നമ്മൾ ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ജോയിൻ ചെയ്യണം? ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അതിലൊരു അത്യാവശ്യം എന്താണെന്നുള്ളത് നമ്മൾ ശരിക്കും ഒന്ന് പരിശോധിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ കേട്ടിരിക്കുന്നത്, ആൾക്കാർ ഈ ഒരു ബിസിനസ്സിലേക്ക് വരാൻ ഒരു മടി കാണിക്കുന്നത് ഇതിന് ഒരു ലീഗൽ ഫ്രെയിം വർക്ക് ഇല്ല എന്നുള്ളത് അവരുടെ മൈൻഡിൽ ഉള്ളതുകൊണ്ടാണ്. പക്ഷേ ഇന്ന് മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ റിലീസ്ഡ് ഗൈഡ്ലൈൻസ് ഓൺ ഡയറക്ട് സെല്ലിംഗ് ഓൺ 9 സെപ്റ്റംബർ 2016. ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ പെടുന്ന ഈ ഒരു മിനിസ്ട്രി, അവര് 2016 സെപ്റ്റംബർ 9 അവര് ഡയറക്ട് സെല്ലിങ്ങിനെ പറ്റിയിട്ട് ഒരു ഗൈഡ് ലൈൻ ഇറക്കി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു വിഭാഗമാണ് ഇങ്ങനെ ഒരു ഗൈഡ് ലൈൻ പുറപ്പെടുവിച്ചത്. ആ ഒരു ഗൈഡ് ലൈനിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയായിരിക്കണം ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി പ്രവർത്തിക്കേണ്ടത്, ഏതൊക്കെ ഗൈഡ് ലൈൻസ് ആണ് അവർ ഫോളോ ചെയ്യേണ്ടത്, ഏതൊക്കെ നിയമങ്ങളാണ് അവർ പാലിക്കേണ്ടത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് ലീഗലൈസ് ചെയ്ത് തന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ന്യൂഡൽഹിയില് 2023 21 ജൂണിൽ അതിന് വേണ്ട പുതിയതായിട്ടുള്ള കുറച്ച് ക്ലോസുകൾ, എന്തൊക്കെ റൂൾസുകളാണ്, ദിസ് റൂൾസ് മേ ബി കോൾഡ് ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഡയറക്ട് സെല്ലിംഗ് അമെന്റ്മെന്റ് റൂൾസ് 2023. ദേ ഷാൽ കം ഇൻ ടു ഫോഴ്സ് ഓൺ ദ ഡേറ്റ് ഓഫ് ദർ പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒഫീഷ്യൽ ഗസറ്റിൽ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഡയറക്ട് സെല്ലേഴ്സ് ആരൊക്കെയാണ്, ഏതൊക്കെ തരത്തിലെ ആൾക്കാരാണെന്നുള്ളത് നമുക്ക് തൊട്ട് താഴെ സെക്ഷൻ 2G(a) കാണാൻ പറ്റും. നെറ്റ്വർക്ക് ഓഫ് സെല്ലേഴ്സ് മീൻസ് നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലേഴ്സ് formed by a direct selling entity to sell goods or service for the purpose of receiving consideration solely for such sale. അതായത് ഇന്ന് ഇന്ത്യയിൽ ഡയറക്ട് സെല്ലേഴ്സിന് ഏത് കമ്പനിയിലാണോ അവരുള്ളത് ആ കമ്പനി നിയമപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണെങ്കിൽ അതിന്റെ ഉൽപ്പന്നങ്ങളും അതിന്റെ സർവീസുകളും സെയിൽ ചെയ്യാനുള്ള അധികാരവും അവകാശവും ഉണ്ടെന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഇന്ത്യൻ ഗവൺമെന്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന 21 ജൂൺ 2023 വന്ന പുതിയതായിട്ടുള്ള നോട്ടിഫിക്കേഷൻ. സോ ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ചെയ്യാൻ നമ്മൾ മടിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം എന്താ, അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ന് ഇന്ത്യൻ ഗവൺമെന്റ് നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. ഇനി എന്തിനു ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട്. നമുക്ക് 1 മണിക്കൂറിന്റെ സന്തോഷം വേണമെങ്കിൽ നമുക്ക് ഒരു നേരത്തെ നല്ലൊരു ആഹാരം കഴിച്ചാൽ മതിയില്ല. നന്നായി വിശന്നിരിക്കുമ്പോൾ നല്ലൊരു ബിരിയാണിയോ അല്ലെങ്കിൽ നല്ലൊരു സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷം കിട്ടും, ഒരു ആഹ്ലാദം കിട്ടും. എന്നാൽ ഒരു 3 മണിക്കൂർ സന്തോഷം വേണമെങ്കിൽ നല്ലൊരു സിനിമ കണ്ടാൽ മതി. നമ്മളെ മനസ്സിന് കുളിര് തരുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലെ ചിന്തകളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് കുറച്ചു നേരം നമ്മളെ വേറൊരു ലോകത്തേക്ക് എത്തിക്കുന്ന നല്ലൊരു സിനിമ കണ്ടാൽ മതി. ഒരു 3 ദിവസത്തെ സന്തോഷം വേണമെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും കുടുംബമായിട്ട് ഒന്ന് കറങ്ങാനോ അല്ലെങ്കിൽ സമയം സ്പെൻഡ് ചെയ്യാനോ പോയാൽ മതി. അതല്ല 3 മാസത്തെ സന്തോഷമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കല്യാണം കഴിച്ചാൽ മതി. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ചില ആൾക്കാർക്ക് തോന്നും അങ്ങനെയാണെങ്കിൽ ഓരോ 3 മാസം കൂടുമ്പോഴും കല്യാണം കഴിക്കേണ്ടി വരുമല്ലോ എന്നുള്ളത്. കയ്യിരിപ്പ് നല്ലതാണെങ്കിൽ 30 കൊല്ലത്തെ സന്തോഷവും നിങ്ങൾക്ക് ഒരു കല്യാണത്തിലൂടെ ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ കയ്യിരിപ്പ് നന്നാവണം. ലൈഫ് ടൈം ഓഫ് ഹാപ്പിനെസ്, ജീവിതകാലം മൊത്തം നിങ്ങൾക്ക് സന്തോഷം വേണമെങ്കിൽ നിങ്ങൾ ഒരു നല്ല ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുടെ ഭാഗമായിരിക്കണം. എങ്ങനെ ഒരു നല്ല ഡയറക്ട് സെല്ലിംഗ് കമ്പനി കണ്ടുപിടിക്കാൻ, എങ്ങനെ ഒരു നല്ലൊരു കമ്പനിയുടെ ഭാഗമാവാൻ നിങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ ഉത്തരം RCM ആണ്. കാരണം എന്തുകൊണ്ട് RCM എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ കാരണം ഞാൻ പറയും ഈ ഒരു വ്യക്തിയാണ്. ഫൗണ്ടർ തിലോക് ചന്ദ് ചാപ്ര, നോൺ ആസ് സെക്കൻഡ് ഗാന്ധി. ഇന്ത്യയില് ഗാന്ധിജി കൊണ്ടുവന്ന ഒരു വിപ്ലവമുണ്ട്. അതായത് എല്ലാവരും സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് എന്ത് സംസാരിക്കണമോ, എന്ത് കാണണമോ, എന്ത് കേൾക്കണമോ എന്നുള്ള ഒരു ലെവലിലേക്ക് മാറ്റാൻ അദ്ദേഹത്തിന് ആ ഒരു വ്യക്തിക്ക് സാധിച്ചു. അദ്ദേഹത്തിന് ഒരുപാട് പേര് കൂട്ടത്തിൽ ചേർന്നപ്പോൾ ഇന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നു, ശരിയല്ലേ? പക്ഷെ എന്നിരുന്നാൽ പോലും ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് നഷ്ടപ്പെടുന്ന ഒന്നാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം. കാരണം എന്താണ്, വേണ്ട രീതിയിലുള്ള തൊഴിലവസരങ്ങളില്ല, ജീവിത ശൈലി മാറുന്നു, അതിന്റെ ഒപ്പം കോസ്റ്റ് ഓഫ് ലിവിംഗ് വളരെ കൂടുന്നു, അതിനെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നില്ല. വരുമാനം ഉണ്ട്, പക്ഷെ വരുമാനം നിലച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ സ്ഥായിയായിട്ട് നിൽക്കുകയാണ്, പ്രത്യേകിച്ച് വളർച്ചയൊന്നുമില്ല. പണി കൂടുന്നു പക്ഷെ വരുമാനം കൂടുന്നില്ല. ഇത്തരം അവസ്ഥകളൊക്കെ കണ്ടപ്പോൾ ഈ ഒരു വ്യക്തി തിലോക് ചന്ദ് ചാപ്രാജിക്ക് തോന്നി എന്തുകൊണ്ട് ഒരു മാറ്റം കൊണ്ടുവന്നുകൂടാ, എന്തുകൊണ്ട് ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തുകൂടാ, ഇത് ഉണ്ടാക്കുന്ന ഉപഭോക്താവിനും ഉപയോഗിക്കുന്ന വ്യക്തിക്കും ഉണ്ടാക്കുന്ന മാനുഫാക്ചറിനും ഉപയോഗിക്കുന്ന വ്യക്തിക്കും ഒരേപോലെ ഗുണം ചെയ്യുന്ന ഒരു സിസ്റ്റം എന്തുകൊണ്ട് കണ്ടുപിടിച്ചുകൂടാ എന്നൊരു ചിന്താഗതിയിൽ 2000 രൂപം കൊണ്ട സിസ്റ്റമാണ് RCM, അതായത് ന്യൂ ബ്രാൻഡ് റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്.
ഈ ഒരു പ്രസ്ഥാനം ഇന്ന് ഇന്ത്യക്ക് വേണ്ടിയിട്ട് അദ്ദേഹം സമ്മാനിച്ചപ്പോൾ ഒരുപാട് പേര് ഇതിലൂടെ വലിയ വലിയ രീതിയിലുള്ള ഒരു ജീവിത രീതികളും കാര്യങ്ങളും ഒക്കെ കൈവരിക്കാൻ സാധിച്ചു. പക്ഷേ എല്ലാത്തിനും ഉപരി എന്തുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തെ ആർഷൻ തെരഞ്ഞെടുക്കാനുള്ള ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള റീസൺ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഒരു ലേഖനത്തിലുണ്ട്. ഇന്ന് ഇന്ത്യയില് ഓൾമോസ്റ്റ് 450-ലധികം ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്, ലീഗലായിട്ട് പ്രവർത്തിക്കുന്നത്. അതായത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ അംഗീകൃതമായിട്ടുള്ള ഈ പറഞ്ഞ ലീഗലായിട്ട് പബ്ലിഷ് ചെയ്ത പേപ്പർ വർക്ക്സിലെ റൂൾസും കാര്യങ്ങളും ഒക്കെ ഫോളോ ചെയ്തുകൊണ്ട് ഈ 450-ലേറെ കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഈ എല്ലാ കമ്പനികളും ഏറ്റവും മികച്ച കമ്പനികളാവാൻ പരിശ്രമിക്കുമ്പോൾ അതിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് നിൽക്കുന്ന കമ്പനിയിലെ ഒരു വ്യക്തിയാണ് ദീപക് ബജാജ്. ആ വ്യക്തി അദ്ദേഹത്തിന്റെ പേഴ്സണൽ ബുക്ക് ആയിട്ടുള്ള എങ്ങനെ നിങ്ങൾക്ക് ഒരു നെറ്റ്വർക്കിംഗ് മില്യണർ ആവാം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അദ്ദേഹം ഒരു കാര്യം പറയുന്നത് ഇമോഷണൽ റെസിലൻസ്. ഇമോഷണൽ റെസിലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു സന്ദർഭം വന്നാലും, ഏതൊരു ബുദ്ധിമുട്ട് വന്നാലും, ഏതൊരു പ്രശ്നം വന്നാലും അതിനെ വളരെ കാമായിട്ട്, വളരെ എന്താ പറയാ, യാതൊരു തരത്തിലുള്ള പ്രകോപനങ്ങളൊന്നും ഇല്ലാതെ വളരെ ശാന്തമായിട്ട് നേരിടാൻ അദ്ദേഹം പഠിച്ച കുറച്ച് വ്യക്തികളുടെ പേര് അദ്ദേഹം ഇതിൽ എഴുതിയപ്പോൾ അതിൽ ഏറ്റവും ലാസ്റ്റ് അദ്ദേഹം എഴുതിയ പേരാണ് ടി.സി. ചാപ്രാജിയുടെ. അപ്പൊ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി, ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റിൽ നിൽക്കുന്ന പല കമ്പനികളിൽ ഒരു കമ്പനി ആയിട്ടുള്ള ആ കമ്പനിയുടെ വ്യക്തിയായിട്ടുള്ള ദീപക് ബജാജ് പറയുന്നു അദ്ദേഹം വളരെ ആരാധനയോടുകൂടി കാണുന്ന ഒരു വ്യക്തിയാണ് ടി.സി. നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഏത് കമ്പനിയിലാണ് വന്നിരിക്കുന്ന, ആ കമ്പനിയുടെ ഫൗണ്ടർ ആരാന്നുള്ളത്. അപ്പൊ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി, ഒരു മഹത് വ്യക്തിക്ക് വേണ്ടി നമുക്ക് നല്ലൊരു കയ്യടി ഇവിടെ കൊടുക്കാം. ഒപ്പം തന്നെ ഈ ഒരു ബിസിനസ് ചെയ്യുന്നതിന്റെ രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഒറിജിനൽ ഉൽപ്പന്നങ്ങളാണ്. ഇന്ന് മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ ഒറിജിനൽ ആണോ അല്ലേ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട്. ഗവൺമെന്റിന്റെ തന്നെ ടെസ്റ്റിംഗ് ലാബുകളുണ്ട്. പക്ഷേ നമുക്ക് അതൊക്കെ പോയി ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അത് പരിശോധിക്കാനോ ആയിട്ടുള്ള സമയം നമ്മുടെ കയ്യിൽ വേണ്ട രീതിയിലില്ല. അതുകൊണ്ട് നമ്മൾ അതിന് മെനക്കെടാറുമില്ല. പക്ഷേ ഇന്ന് മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്ന പല ഉൽപ്പന്നങ്ങളിലും നമ്മൾ ഏറ്റവും കൂടുതൽ മായമുണ്ടെന്നുള്ളത് പേപ്പറിലൂടെ നമ്മൾ അറിയുന്നുണ്ട്. പക്ഷെ നമ്മൾ അത് കാര്യമായിട്ട് നോക്കാറില്ല. മായമുള്ള ഉൽപ്പന്നം നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ ഒബ്വിയസ്ലി എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ശരീരത്തിൽ വേണ്ടാത്ത രീതിയിലുള്ള പല അസുഖങ്ങളും വീണ്ടും പുനർജനിക്കുന്നു. അതിന് അസുഖങ്ങളായി മാറി അത് ഡോക്ടറിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവിടെ വലിയൊരു മെഡിക്കൽ ബില്ല് വരുന്നു. അങ്ങനെ ജീവിതം വീണ്ടും ഒന്നേന്ന് തുടങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറുന്നു. ഒറിജിനൽ ഉൽപ്പന്നങ്ങൾ കിട്ടുക എന്ന് പറയുന്നത് ഇന്ന് വളരെ കുറഞ്ഞു വരുന്ന ഒരു അവസരത്തിൽ RCM നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്നത് ഒറിജിനൽ ഉൽപ്പന്നങ്ങളുടെ ലഭ്യത എന്നുള്ളതാണ്. കാരണം എന്താണ്? കമ്പനിയിൽ നിന്ന് നേരിട്ട് ഉപഭോക്താവിലേക്ക് ഉൽപ്പന്നം നേരിട്ടൊരു വിപണന രീതിയിലൂടെ വരുന്നതിനെയാണ് നമ്മൾ ഡയറക്ട് മാർക്കറ്റിംഗ് എന്ന് പറയുക. ഇടത്തട്ടുകാരില്ല, പരസ്യക്കാരില്ല, വേറെ അതിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒന്നുമില്ല. കമ്പനി ഒരു ഉൽപ്പന്നം മാനുഫാക്ചർ ചെയ്യുന്നു, അത് കമ്പനിയുടെ തന്നെ സെലക്ടഡ് ആയിട്ടുള്ള ഒരു ഗോഡൌണിലേക്ക് എത്തുന്നു, അവിടെ നിന്ന് ഉൽപ്പന്നം ഷോപ്പിലേക്ക് എത്തുന്നു, ഷോപ്പിൽ നിന്ന് നമ്മൾ ജനങ്ങൾ അത് വാങ്ങുന്നു. ഒറിജിനൽ പ്രൊഡക്റ്റ് കിട്ടാനുള്ള ഒരു അവസരമുണ്ട്. ഒപ്പം തന്നെ ഒറിജിനൽ ബിൽ. എന്താണ് ഒറിജിനൽ ബിൽ? അതായത് ഒരു സാധനം വാങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വാങ്ങി എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമ്മുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരും. രണ്ട് കാര്യങ്ങളാണ് മെസ്സേജ് വരും: എത്ര രൂപയ്ക്ക് വാങ്ങി, എത്ര വിപണന മൂല്യം അതിൽ ജനറേറ്റ് ആയി. അതൊക്കെ നിങ്ങൾ വരും ക്ലാസ്സുകളിൽ പഠിക്കും. ഇപ്പൊ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഡിജിറ്റൽ യുഗത്തിലേക്ക് നമ്മൾ ഈ അടുത്താണ് കടന്നതെങ്കിലും 2000 തൊട്ട് ഒരു ഉൽപ്പന്നം വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മൊബൈലിലേക്ക് അത് ബില്ലായിട്ട് വരുന്ന ഒരു സംവിധാനം അത്രയും നേരത്തെ തന്നെ കൊണ്ടുവന്ന ഒരു കമ്പനിയുടെ ഭാഗമാണ് നമ്മൾ. അപ്പൊ ഡിജിറ്റലൈസ്, ഇപ്പം നമ്മൾ പറയാറുണ്ട് ഡിജിറ്റൽ ഇന്ത്യ എന്നുള്ളൊരു പ്രഖ്യാപനം 2020 ശ്രീ നരേന്ദ്രമോദി നടത്തിയപ്പോൾ 2000 തന്നെ ടി.സി. ചാപ്രാജി പറഞ്ഞു മേടിക്കുന്ന ഓരോ ഉപഭോക്താവിനും അദ്ദേഹത്തിന് കൊടുക്കുന്ന ബില്ല് എവിടെ വേണമെങ്കിലും കളഞ്ഞു പോകാം. ഒരിക്കലും കളഞ്ഞു പോകാത്ത ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അത് മൊബൈലാണ്. അതുകൊണ്ട് തന്നെ ഇത് മൊബൈലിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് ബില്ല് എത്തണം എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ടി.സി. ചാപ്രാജി. അതുകൊണ്ട് തന്നെ ഒറിജിനൽ ബില്ല് നമുക്ക് സാധനം മേടിക്കുന്ന ആ നിമിഷം തന്നെ നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങുമ്പോൾ ഒറിജിനൽ ആയതുകൊണ്ട് തന്നെ ആരോഗ്യമുള്ള ഉൽപ്പന്നങ്ങളായിട്ട് അത് മാറുന്നു. നല്ല ഉൽപ്പന്നങ്ങൾ കഴിക്കുമ്പോൾ നല്ല ആരോഗ്യം വരും, ചീത്ത ഉൽപ്പന്നം കഴിക്കുമ്പോൾ ചീത്ത ആരോഗ്യം വരും. അതായത് നിങ്ങൾ ഒരു തക്കാളി കഴിക്കുകയാണെങ്കിൽ തക്കാളി പോലെയാവും, നിങ്ങൾ ഒരു പോത്ത് കഴിക്കുകയാണെങ്കിൽ പോത്ത് പോലെയാവും. എന്താണ് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാം. ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്ന ഒരു കണക്കുണ്ട്. ഒരു ആവറേജ് ഇന്ത്യൻ ഹൗസ് ഹോൾഡ് മിനിമം 3632 രൂപയ്ക്ക് ഹെൽത്ത് കെയർ കാര്യങ്ങൾ ഒരു മാസത്തെ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അവരുടെ ചെലവാണ് ഇവിടെ കാണിക്കുന്നത്. ആവറേജ് ഇന്ത്യൻ ഹൗസ് ഹോൾഡ് സ്പെൻഡ് ₹3632 ഓൺ ഹെൽത്ത് കെയർ റിലേറ്റഡ് എക്സ്പെൻഡിച്ചർ ഇൻ ഫിനാൻഷ്യൽ ഇയർ 2018. ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ അവർ ഇത്രയും എമൗണ്ടിനുള്ള ചെലവ് വന്നിട്ടുണ്ട്. അത് 2022 ആയപ്പോ 3638 ആയിട്ട് മാറി. അപ്പൊ ഈ ഒരു വളർച്ച അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? മെഡിക്കൽ എക്സ്പെൻസുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ആരോഗ്യസ്ഥിതി മോശമായിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ ദിവസം ചെലവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ 3632 2018 ഉണ്ടായിരുന്നു, ഇന്ന് 2024 എത്തുമ്പോഴേക്ക് എത്ര ആവും എന്നുള്ളത് നമുക്ക് ഊഹിച്ചാൽ മതി. കേരളത്തില് ഇത് മാസക്കണക്കാണ്.
ബാക്കി എല്ലായിടത്തും ഇത് കൊല്ലക്കണക്കാണെങ്കിൽ കേരളത്തെ സംബന്ധിച്ച് ഇത് മാസക്കണക്കാണ്. ഒരു ആവറേജ് ഫാമിലി മിനിമം ഒരു മാസം 3632 രൂപയ്ക്കെങ്കിലും മരുന്നോ ഡോക്ടറെ പോയി കാണുകയോ അല്ലെങ്കിൽ കൺസൾട്ടേഷൻ ഫീസോ ആയിട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കണക്ക്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് നോക്കി നോക്കൂ, ഇന്ന് നമ്മുടെ ആരോഗ്യസ്ഥിതി എത്ര മോശമാണെന്ന്. 26% ചെറുപ്പക്കാര് ഇന്ന് ഹാർട്ട് അറ്റാക്കിന്റെ പിടിയിലാണ്. എപ്പോ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും പൊട്ടിത്തെറിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഒരു അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത്. മെയിൻ ആയിട്ട് IT സെക്ടർ ജോബാണ്, ഓവർ ടൈം വർക്ക് ചെയ്യണം, രാത്രിയാണ് പല ഷിഫ്റ്റുകളും, US ഷിഫ്റ്റുകൾ ഉണ്ട്, ഓസ്ട്രേലിയൻ ഷിഫ്റ്റുകൾ ഉണ്ട്. ഈ സമയക്രമം മാറിയതിനാൽ അവർക്ക് ആ സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, അതേപോലെ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, ഇത്തരം അനേകം ബുദ്ധിമുട്ടുകൾ കാരണം എക്സസൈസ് പ്രോപ്പർലി നടക്കുന്നില്ല. 26% ചെറുപ്പക്കാര് ഇന്ന് ഹാർട്ട് ഡിസീസിന് കാരണമായിട്ട് നിൽക്കുന്നു. 20% കേരളത്തിലെ ആൾക്കാർക്ക് ഇന്ന് കിഡ്നി പ്രശ്നങ്ങളാണ്. 300% ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ക്യാൻസർ പേഷ്യൻസ് ഇൻ RCC. RCCയുടെ കണക്കനുസരിച്ചിട്ട് ഇന്ന് ക്യാൻസർ പേഷ്യൻസിന്റെ അളവിൽ 300% വർധനവാണ് വന്നിരിക്കുന്നത്. 69% സ്ത്രീകൾക്ക് അനീമിയാണ്. അനീമിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിമോഗ്ലോബിന്റെ അളവ് കുറവാണ്, അവരുടെ ശരീരത്തിൽ ക്ഷീണം, വളർച്ച ഇതെല്ലാം ഉണ്ടാവും. 23% ആൾക്കാര് അലോപ്പതിക് മെഡിസിൻസ് കൺസ്യൂം ചെയ്യുന്നുണ്ട്. 23% ആൾക്കാർ ഇന്ത്യയിൽ അലോപ്പതി മെഡിസിൻസ് കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഇനി ജസ്റ്റ് ഒരു കണക്ക് നമുക്ക് നോക്കാം. 3638 രൂപ ഒരു ആവറേജ് മലയാളി മെഡിക്കൽ ബില്ലിനായിട്ട് ഒരു മാസം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ 17 കൊല്ലമായിട്ട് RCMൽ വന്നതിന് ശേഷം യാതൊരു തരത്തിലും മരുന്നോ കാര്യങ്ങളോ ഒന്നും കഴിച്ചിട്ടില്ല. എന്റെ സേവിങ്സ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം. 3638 ഇൻറ്റു 12 ഇൻറ്റു 17 കൊല്ലം, അതായത് 7,42,152 രൂപയാണ് ഈ ഒരു പ്രസ്ഥാനത്തിൽ വന്നതുകൊണ്ട് മാത്രം എനിക്ക് സേവ് ആയത്. ബിക്കോസ് RCM ഗിവ്സ് ഒറിജിനൽ പ്രൊഡക്റ്റ്, ക്വാളിറ്റി പ്രൊഡക്ട്സ്. നേരിട്ട് കമ്പനിയിൽ നിന്ന് കസ്റ്റമറിലേക്ക് എത്തുന്നത് കൊണ്ട് തന്നെ അവിടെ മായം കലർത്താനുള്ള ഒരു അവസരവും വരുന്നില്ല. അതുകൊണ്ട് ഒറിജിനൽ പ്രൊഡക്ട്സ് കിട്ടുമ്പോൾ ആരോഗ്യം ഒറിജിനൽ എങ്ങനെയാണോ വേണ്ടത് അതുപോലെ നിലനിർത്താൻ സാധിക്കുന്നു. ഈ ഒരു ആരോഗ്യം നമ്മളെ നിലനിർത്താനും മെച്ചപ്പെടുത്താനുമായിട്ട് നമ്മളെ സഹായിക്കുന്ന കുറച്ച് ഉൽപ്പന്നങ്ങളുടെ ഒരു ശ്രേണിയുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ എടുത്ത് പറയേണ്ടതാണ് FMCG. FMCGയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അരിയുടെ തവിടുന്നെടുക്കുന്ന എണ്ണ. പണ്ടൊക്കെ കേരളത്തിൽ ഒരുപാട് പേര് കഞ്ഞി കുടിച്ച് ജീവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് കഞ്ഞി കുടിച്ചവര് ഇന്ന് നല്ല രീതിയിൽ 2 കാലവും നടക്കുന്നുണ്ട്. ഇപ്പൊ കഞ്ഞി കുടിക്കാത്തവര് 4 കാലം എഴുതുന്നുണ്ട്. കാരണം എന്താ? തവിട് നമ്മുടെ ശരീരത്തിൽ നിന്നും അതേപോലെ തന്നെ നമ്മുടെ ഡയറ്റിൽ നിന്നും മാറി. അതിന്റെ ഒരു ബുദ്ധിമുട്ട് ഇന്ന് എല്ലാവരും നേരിടുന്നുണ്ട്. അതിനെ ഓവർകം ചെയ്യാൻ ഇന്ന് RCMന്റെ ഉൽപ്പന്നങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അരിയുടെ തവിടുന്നെടുക്കുന്ന ഫിസിക്കലി റിഫൈൻഡ് ആയിട്ടുള്ള ഹെൽത്ത് കാർഡ് ഓയിൽ നമുക്കുണ്ട്. ജപ്പാനിൽ ഇതിനെ ആരോഗ്യ എണ്ണ ആണെന്ന് പറയാം, അതായത് ഹൃദയ എണ്ണ, ഹൃദയത്തിനെ ഏറ്റവും നല്ല രീതിയിൽ സംരക്ഷിക്കുന്ന എണ്ണ. അതേപോലെ തന്നെ നമുക്ക് ആട്ടയുണ്ട്, ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ആട്ടയുണ്ട്, മുളപ്പിച്ച് പൊടിപ്പിച്ചതാണ്. അതേപോലെ തന്നെ വോൾ വീറ്റ് ആണ്. നമുക്ക് ആസാമിലെ തേയിലുണ്ട്. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മായം കലരാത്ത ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമുക്കറിയാം. ഏറ്റവും കൂടുതൽ മഞ്ഞപ്പൊടിയിൽ കണ്ടുവരുന്ന മായം എന്ന് പറയുന്നത് ലെഡ്ക്രോമൈറ്റ് ആണ്. അതടങ്ങാത്ത നല്ല ശുദ്ധമായിട്ടുള്ള മഞ്ഞൾപ്പൊടി നമുക്ക് ഇന്ന് ഇവിടെ ഉണ്ട്. പുറമേ കിട്ടുന്ന മല്ലിപ്പൊടിയിൽ കുതിരച്ചാണകം പൊടിച്ച് അതിൽ എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് നമുക്ക് ഇന്ന് കിട്ടുന്നതെങ്കിൽ ഇവിടെ നമുക്ക് നല്ല രീതിയിലുള്ള മല്ലി, അത് തുറന്നു നോക്കിയാൽ തന്നെ നമുക്ക് അതിന്റെ സ്മെല്ല് അറിയാൻ സാധിക്കും. പുറമേ കിട്ടുന്ന മുളക് പൊടിയിൽ സുഡാൻ ചേർക്കുമ്പോൾ ഇവിടെ കാശ്മീരി ചില്ലി നമുക്കിവിടെ ലഭ്യമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് ഉൽപ്പന്നം ജനങ്ങളിലേക്ക് എത്തുന്നത് കൊണ്ടാണ്. അവിടെ അഡൾട്രേഷൻ നടക്കുന്നില്ല, അവിടെ വേറൊരു രീതിയിൽ തിരിമറി നടക്കുന്നില്ല, നേരിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷനിലൂടെ കിട്ടുന്നു. അപ്പോൾ ഒന്നാമത് നമ്മളെ ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്തുന്ന ഒന്നാണ് നമ്മുടെ FMCG ഉൽപ്പന്നങ്ങൾ. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഹരിത സഞ്ജീവനി. ഇന്ന് നമുക്കറിയാം മണ്ണ്, പഴയ മണ്ണല്ല ഇപ്പോഴത്തെ മണ്ണ്. നമ്മൾ ചില ആൾക്കാരെ പറ്റി പറയാറുണ്ട് അല്ലെ, അത് പഴയ മണ്ണ അതുകൊണ്ട് അങ്ങനെ നിൽക്കുന്നത്. അതേ കാര്യം തന്നെയാണ് ഇപ്പോഴത്തെ ജനങ്ങളെ കുറിച്ച് പറയാനുള്ളത്, ഇപ്പോഴത്തെ ഒരു ജനതയെ കുറിച്ച് പറയാനുള്ളത്. കാരണം ഇപ്പൊ എല്ലാം പുതിയ മണ്ണാ. പുതിയ മണ്ണിന് പണ്ടത്തെ മണ്ണിന്റെ അത്ര പവർ ഇല്ല. കാരണം എന്താ? അതിൽ വേണ്ടിയിരുന്ന മിനറൽസും കാര്യങ്ങളൊക്കെ ചോർന്നു പോയി. കാരണം ഇന്ന് നമ്മുടെ മണ്ണ് അത്രത്തോളം മലിനീകരണപ്പെട്ടു. അവിടെ വേസ്റ്റുകൾ ഇറങ്ങുന്നു, പ്ലാസ്റ്റിക് ഇടുന്നു, അങ്ങനെ ചെയ്ത് മണ്ണിന്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടുമ്പോൾ ഇവിടെ ഹരിത സഞ്ജീവനി ഇസ്രായേൽ സാങ്കേതിക രീതി ഉപയോഗിച്ചുകൊണ്ട് മണ്ണിന്റെ മിനറൽസിനെയും അതേപോലെ തന്നെ അതിന് വേണ്ട ഗുണങ്ങളെയും തിരിച്ചു കൊണ്ടുവരാൻ സഹായിച്ച് അത് വേരിലൂടെ ചെടിക്ക് വലിയൊരു സ്രോതസ്സായിട്ട് മാറുന്നു. ചെടീനെ ഈ പറഞ്ഞ മണ്ണിലുള്ള ഗുണങ്ങളെ വലിച്ചെടുക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് ഇസ്രായേൽ സാങ്കേതിക രീതി ഉപയോഗിച്ചുള്ള ഹരിത സഞ്ജീവനി. അത് പല കണക്കിനുള്ളതുണ്ട്. അതായത് ഹോം ഗാർഡനിങ് തൊട്ട് ഏക്കർ കണക്കിനുള്ള കൃഷികളിലേക്ക് വേണ്ടിയിട്ടുള്ള ഹരിത സഞ്ജീവനിയുടെ പല പ്രൊഡക്റ്റുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒപ്പം തന്നെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന മറ്റൊന്നാണ് ന്യൂട്രിചാർജ്. നമുക്ക് ജീവിതത്തിൽ ഇന്ന് തിരക്കേറിക്കൊണ്ടിരിക്കുമ്പോൾ രാവിലെയുള്ള ഭക്ഷണം സ്കിപ്പ് ആവുന്നു, ഉച്ചയ്ക്കുള്ള ഭക്ഷണം സമയത്താവുന്നില്ല, രാത്രി ചിലപ്പോൾ കഴിച്ചു. ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്ന ഇന്നത്തെ ഒരു സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ജീവിതശൈലി രോഗങ്ങളുണ്ട്. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, അത്തരത്തിലുള്ള പല രോഗങ്ങളെയും ഇന്ന് മറികടക്കാൻ നമുക്ക് ന്യൂട്രിചാർജിലൂടെ സാധിക്കും.
ന്യൂട്രിചാർജ് എന്ന് പറയുന്നത് ന്യൂട്രീഷൻ സയൻസ് ഉപയോഗിച്ചിട്ട് പല സസ്യങ്ങളും അതേപോലെ തന്നെ പഴവർഗ്ഗങ്ങളും അതേപോലെ തന്നെ പച്ചക്കറികളിൽ നിന്നും നമുക്ക് നേരിട്ട് അതിന്റെ എസൻസ് എടുത്തുകൊണ്ട് അത് സപ്ലിമെന്റ്സ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ, മിനറൽസ്, പ്രോട്ടീൻ, അതേപോലെ ഫൈബർ ഇവയെല്ലാത്തിനും കുറവുകളെ നികത്താൻ വേണ്ടി പല സെഗ്മെന്റ് ഓഫ് പ്രൊഡക്റ്റുകളായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. പുരുഷന്മാർക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി, എല്ല് തേയ്മാനമുള്ളവർക്ക് വേണ്ടി, മുട്ടുവേദന ഉള്ളവർക്ക് വേണ്ടിയിട്ട്, അതേപോലെ പ്രായമധികമാവുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട്, അമിതവണ്ണമുള്ളവർക്ക്, തീരെ മെലിഞ്ഞ ആൾക്കാർക്ക്, അങ്ങനെ പല കാറ്റഗറി ആൾക്കാരുള്ള പ്രൊഡക്റ്റുകൾ ഇന്ന് ന്യൂട്രിചാർജ് നമുക്ക് വേണ്ടി തരുന്നുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രൊഡക്റ്റ് ആണ് ഗുഡ് ഡോട്ട്. ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരുടെ അളവ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കേരളം ഇന്ന് കൊളസ്ട്രോളിന്റെ കാര്യത്തിൽ നമ്പർ 1 ആണ്. ഈ ഒരു കാര്യത്തിൽ നമ്മൾ നമ്പർ 1 ആവുമ്പോൾ വേറെ പല കാര്യത്തിലും നമ്മൾ പിന്നാക്കം പോകുന്നുണ്ട്. നമ്മുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഒരു സ്റ്റെപ്പ് കയറി ഇറങ്ങുമ്പോൾ കിതപ്പ് വളരെ കൂടുതലാണ്. ഇതൊക്കെ ഇതിനൊരു കാരണമായിട്ട് മാറുന്നു. അപ്പൊ നമ്മുടെ ടേസ്റ്റിനെ കോംപ്രമൈസ് ചെയ്യാതെ തന്നെ നമുക്ക് വളരെ നല്ല രീതിയിൽ ഭക്ഷണം കിട്ടാൻ പറ്റുന്ന ഒരു മാജിക്കൽ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഗുഡ് ഡോട്ട് എന്ന് പറയുന്നത്. അതായത് വെജിറ്റേറിയൻ മീറ്റ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്ന കമ്പനികളിൽ ഒരു കമ്പനിയാണ് ഗുഡ് ഡോട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. അതായത് വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു മീറ്റ് നമുക്ക് സോയ ചങ്ക്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് നിർമ്മിച്ചിരിക്കുന്ന ഇത് നമുക്ക് ചിക്കന്റെ രീതിയിലോ അല്ലെങ്കിൽ മട്ടന്റെ രീതിയിലോ അല്ലെങ്കിൽ വേറെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിത് ഭക്ഷിക്കാവുന്നതാണ്. അതിൽ മെയിൻ ആയിട്ട് അടങ്ങിയിരിക്കുന്നത് പീ പ്രോട്ടീനും അതേപോലെ തന്നെ സോയ് പ്രോട്ടീനുമാണ്. അപ്പൊ ഇത് പല രീതിയിലും നമുക്ക് വെക്കാൻ സാധിക്കും. നമുക്ക് ഇറച്ചിക്ക് പകരം ഒരു സപ്ലിമെന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി ഇതെല്ലാം ഇവിടെ നടക്കുമ്പോഴും ഹെൽത്ത് റീഗെയിൻ ചെയ്യാനുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് കിട്ടുമ്പോഴും ഇവിടെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഓരോ ഉൽപ്പന്നത്തിനും 30 ദിവസത്തെ റീപ്ലേസ്മെന്റ് വാറന്റി ഉണ്ട്. നമ്മൾ ആമസോണോ ഫ്ലിപ്കാർട്ടോ നോക്കിക്കഴിഞ്ഞാൽ 10 ദിവസത്തെ റീപ്ലേസ്മെന്റ് വാറന്റി ഉള്ളൂ. കാരണം എന്താ, 11ാമത്തെ ദിവസം അത് കേടാവുന്നത് അവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഒരു ഉൽപ്പന്നം അവർ വിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ 10ാം ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരത് തിരിച്ചെടുക്കില്ല. പക്ഷെ ഇവിടെ ഒരു കമ്പനി ഒരു പരസ്യവും ഇല്ല, ഒരു ബിൽ ബോർഡും ഇല്ല, ഇതിനെപ്പറ്റി പരസ്യം ചെയ്യാൻ സെലിബ്രിറ്റീസും ഇല്ല. കഴിഞ്ഞ 24 കൊല്ലമായിട്ട് ഒരു കമ്പനി പറയാണ്, നിങ്ങളൊരു ഉൽപ്പന്നം വാങ്ങിക്കഴിഞ്ഞാൽ ആ ഉൽപ്പന്നം നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട്, അതായത് അതിന്റെ പാക്കേജിങ്ങിലോ അതിന്റെ ഉള്ളിലുള്ള കണ്ടന്റിലോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 30 ദിവസത്തിനുള്ളിൽ അത് റിട്ടേൺ ചെയ്യാമെന്ന് ഒരു കമ്പനി പറയുമ്പോൾ ആ കമ്പനിയുടെ കോൺഫിഡൻസിനെ നമ്മൾ മനസ്സിലാക്കണം. ആ കോൺഫിഡൻസ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 24 കൊല്ലമായിട്ട് ഒരു രൂപ പോലും അഡ്വർടൈസ്മെന്റിന് കൊടുക്കാതെ, ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൊടുക്കാതെ, കമ്പനി മൗത്ത് ഓഫ് പബ്ലിസിറ്റി ഉപയോഗിച്ചുകൊണ്ട് മാത്രം ഇത്തരം ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റിയുടെ കാര്യത്തിൽ കമ്പനി നമ്പർ 1 ആണെന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിച്ചത് കൊണ്ടാണ്. 2000 ഈ കമ്പനി തുടങ്ങുമ്പോഴും 30 ദിവസത്തെ റീപ്ലേസ്മെന്റ് വാറന്റി ഉണ്ട്. ഇപ്പോഴും 30 ദിവസത്തെ റീപ്ലേസ്മെന്റ് വാറന്റി ഉണ്ട്. കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇന്ന് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പണ്ട് ജീവിച്ച ഒരു കണക്കിനല്ല നമ്മൾ ഇപ്പൊ ജീവിക്കുന്നത്. 1920 നമുക്ക് നമ്മുടെ കുടുംബത്തിനും 1 രൂപ മതിയായിരുന്നു ജീവിക്കാൻ. 1940 ആയപ്പോൾ അത് 10 രൂപയായിട്ട് മാറി. 1960 ആയപ്പോൾ 100 ആയി. 1980 ആയപ്പോൾ 1000 ആയി. 2000 ആയപ്പോൾ 10,000 ആയി. 2020 ആയപ്പോൾ 1,00,000 ആയി. ഇന്ന് വർഷം 2024. തീർച്ചയായിട്ടും ഒരു 6 കൊല്ലം കൂടി പിന്നിടുമ്പോൾ അത് 2 ലക്ഷമായിട്ട് മാറുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ നമ്മുടെ ജീവിത ചെലവുകൾ വീണ്ടും 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 എന്താണ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വളർച്ച നമുക്ക് നമ്മുടെ വരുമാനത്തിനും വരുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു എക്സാമ്പിൾ കണ്ടു നോക്കിക്കോളൂ. ഒരു മന്ത്ലി ബേസിസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് ഒരു മാസം ജീവിക്കാൻ, അതും റെന്റ് ഇല്ലാതെ, വിത്തൗട്ട് റെന്റ് കേട്ടോ, റെന്റ് ഇവിടെ കൂട്ടിയിട്ടില്ല, വിത്തൗട്ട് റെന്റ് ജീവിക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്ഥലങ്ങളിലും വരുന്ന ചെലവാണ് ഇവിടെ കാണിക്കുന്നത്. കൊച്ചിയിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ 26,665 രൂപ ഒരു വ്യക്തിക്ക് ശരാശരി വേണം. ജയ്പൂർ ആണെങ്കിൽ 27,813. ഇതേ കാര്യം കൊൽക്കത്തയിലാണെങ്കിൽ 27,863. ഏറ്റവും കൂടുതൽ ജീവിക്കാൻ ചെലവേറിയ ഒരു സിറ്റിയാണ് ബാംഗ്ലൂർ. 35,000 രൂപ മിനിമം ഒരു വ്യക്തിക്ക്. ഞാൻ പറയുന്നത് ഒരു കുടുംബത്തിനല്ല, ഒരു വ്യക്തിക്ക് ഇന്ന് ജീവിക്കാൻ വേണം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു വ്യക്തിക്ക് ജീവിക്കാനുള്ള ഒരു വരുമാനമെങ്കിലും നിങ്ങളുടെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ അത് കിട്ടാനുള്ള വഴി എന്താണെന്നുള്ളത് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? കാരണം ജീവിത ചെലവ് ഇനിയും കൂടിക്കൊണ്ടിരിക്കും. ഇതിന് നമുക്ക് തടുക്കാൻ പറ്റില്ല. ഗവൺമെന്റിന് മാത്രമേ അതിന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇന്നത്തെ എന്താ പറയുക വ്യവസ്ഥയ്ക്ക് മാത്രമേ അതിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു പരിധി കഴിഞ്ഞാൽ ഗവൺമെന്റിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം പെട്രോളിന്റെ ലഭ്യത കുറയുന്നതോറും ഇതിന് വില കൂടിക്കൊണ്ടിരിക്കും. 2014 71 രൂപ ഉണ്ടായിരുന്ന പെട്രോളിന് ഇന്ന് 108 രൂപയാണ്. ഡീസലിന് 55 ആയിരിക്കുന്ന സമയത്ത് ഇന്ന് 98 ആയിട്ട് മാറി. പാചകവാതം 410 രൂപയ്ക്ക് കിട്ടിയിരുന്നു, ഇന്ന് 1112 ആയിട്ട് മാറി. അപ്പൊ രൂപയുടെ മൂല്യം 58 സ്ഥലത്ത് ഇന്ന് 83 എക്സൈസ് എന്താ പറയുക തിരിവ് 9.2 ആയിരുന്നപ്പോ ഇപ്പൊ 32.9 എക്സൈസ് തിരിവ് ഡീസലിന് 3.40 ഇന്ന് 31.83
ഇതിനെ തടുക്കാൻ നമ്മുടെ കയ്യിൽ മെഷീനൊന്നുമില്ല. ഇതിനെ തടുക്കാൻ ഒരു സാധാരണ ജനത്തിന് പറ്റുകയില്ല. ഇത് കൂടിക്കൊണ്ടേയിരിക്കും. കാരണം എന്താ, പെട്രോളിന്റെ ലഭ്യത കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉൽപ്പന്നങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് വില കൂടും. ട്രാൻസ്പോർട്ടേഷന് വില കൂടുമ്പോൾ ഉൽപ്പന്നങ്ങൾക്കും വില കൂടും. നമ്മൾ പോലും അറിയാതെ ഇന്ന് നമ്മൾ വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഓൾറെഡി വിലക്കയറ്റം സംഭവിച്ചു കഴിഞ്ഞു. ചെറിയൊരു കണക്ക് കൂടി ഞാൻ കാണിച്ചു തരാം. ഇന്ന് നമ്മളെ വിലക്കയറ്റം ബാധിച്ചിട്ട് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയില്ല, പക്ഷെ ഇനി ബാധിക്കാൻ പോകുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പൊ കാണുന്നത്. കൺസ്യൂമർ ഗുഡ്സ് കമ്പനീസ് സെറ്റ് ടു റേസ് പ്രൈസസ് ബൈ 2 to 4% in 2024. 2024 കൺസ്യൂമർ ഗുഡ്സ് നിർമ്മിക്കുന്ന കമ്പനികൾ 2 to 4% വരെ വില വർധനവ് നടത്തും എന്നുള്ളതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, എക്കണോമിക് ടൈംസ്, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന എക്കണോമിക്കലി, അതായത് ഫിനാൻഷ്യൽ കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന പത്രത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന പത്രമാണ് എക്കണോമിക് ടൈംസ്. അവർ പറഞ്ഞ കാര്യമാണ്, കൺസ്യൂമർ ഗുഡ് കമ്പനീസ് ഇന്ന് 2.4% വരെ 2024 വില കൂട്ടും. A 2.4% increase in product prices expected in 2024. Price matters. ഇപ്പൊ അപ്ലയൻസസ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ AC, റെഫ്രിജറേറ്റർ, ഇതിനൊക്കെ ഇനി ഡബിൾ വില വരും. ഈ ഒരു കൊല്ലത്തെ വില ആയിരിക്കില്ല അടുത്ത കൊല്ലം. ഇപ്പൊ പ്രൈസ് ഓഫ് മിൽക്ക് ഹാസ് ഗോൺ അപ്പ് ട്വൈസ് ഇൻ ഒക്ടോബർ ആൻഡ് നവംബർ. കഴിഞ്ഞ ഒക്ടോബർ നവംബറിൽ പാലിന്റെ വില 2 വട്ടമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഏർലി ദിസ് മന്ത് ബൈ ക്യുമുലേറ്റീവ് 8 to 9%, 8 to 9% വരെ ഈ ഒരു വില വർധനവ് നടന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മളെ ബാധിക്കും. ചെറിയ കാര്യങ്ങളാണ് നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും. നമ്മൾക്ക് ഇപ്പൊ നിലനിൽക്കുന്ന വരുമാനത്തിൽ നിന്ന് വലിയൊരു തുക ഇതിനൊക്കെ വേണ്ടി നമ്മൾ മാറ്റിവെക്കേണ്ടി വരും. അപ്പൊ എന്താണ് അതിനൊരു പോംവഴി? ആ ഒരു പോംവഴി എങ്ങനെ നമുക്ക് കരസ്ഥമാക്കാന്നുള്ളതാണ് നമുക്ക് ആർസിഎം തരുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു സെക്യൂരിറ്റി. കാരണം വിലക്കയറ്റം നടന്നുകൊണ്ടേയിരിക്കും, അതിനെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ അതിനെ നിയന്ത്രിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വേണമെങ്കിൽ ഒരു ചേഞ്ച് ഓഫ് ലൈഫ് കൊണ്ടുവരാം. നമ്മൾ ഈ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന രീതിയിൽ നിന്ന് നമുക്കൊന്ന് മാറിയിട്ട് ആർസിഎമ്മിലേക്ക് നമുക്കൊന്ന് മാറാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വിലവർദ്ധനവിനെ തടഞ്ഞുകൊണ്ട് അതിൽ നിന്നൊരു വരുമാനം എടുക്കാൻ പറ്റും. കാരണം എന്താ, ചെലവ് ചുരുങ്ങുന്നതും ഒരു വരുമാനമാണ്. ഇവിടെ മാർക്കറ്റിൽ ലഭിക്കുന്ന 12 ഉൽപ്പന്നങ്ങളായിട്ട് നമ്മൾ ആർസിഎമ്മിന്റെ റേറ്റും, ആർസിഎമ്മിൽ നിങ്ങൾ ഒരു അംഗത്വം എടുക്കുകയാണെങ്കിൽ, ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് റേറ്റിൽ കിട്ടാവുന്ന ഒരു എമൗണ്ടും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, മാർക്കറ്റ് റേറ്റിൽ നിന്ന് നമുക്ക് MRP റേറ്റിലേക്ക് വരുമ്പോൾ ഓൾറെഡി ഒരു കുറവ് വരുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മൾ ഇതൊരു പ്രൊമോഷണൽ ലെവലിലേക്ക് ഇത് എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, ഒരു ബിസിനസ് ലെവലിലേക്ക് നമ്മൾ ഇതിന് എടുക്കാൻ റെഡി ആണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ഡിസ്കൗണ്ട് കാർഡ് കിട്ടുന്നു, ഒന്നും കൂടിയും വില കുറവ് നമുക്ക് ഉൽപ്പന്നങ്ങൾ കിട്ടുന്നു. അപ്പൊ 345 രൂപയ്ക്ക് 5 കിലോ ആട്ട പുറമേ കിട്ടുന്നിടത്ത് നമുക്ക് ആർസിഎമ്മിൽ 300 രൂപയ്ക്ക് അത് കിട്ടുന്നുള്ളൂ. ആ 300 രൂപയിൽ നിന്ന് നമ്മളൊരു ഡിസ്കൗണ്ട് കാർഡ് എടുത്താൽ വീണ്ടും അത് 245 ആയിട്ട് കുറയും. 100 രൂപയുടെ വ്യത്യാസം നമുക്ക് ഒരു ആട്ടപ്പൊടിയിൽ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജീവിത ചെലവ് കുറയ്ക്കാൻ വേണ്ടി ഇതിനും മികച്ചതായിട്ടുള്ള ഒരു മാർഗം എന്താണ്? റൈസ് ബ്രാൻ ഓയിൽ, ഇന്ന് സമാന ഗുണമുള്ള റൈസ് ബ്രാൻ ഓയിൽ മോസ്റ്റ്ലി മാർക്കറ്റിൽ കിട്ടുന്നത് കെമിക്കലി റിഫൈൻഡ് ആണ്. അതിന് 1 ലിറ്ററിന് വരുന്നത് 300 ആണെങ്കിൽ നമുക്ക് 260 രൂപയ്ക്ക് കിട്ടുന്നു. ഡിസ്കൗണ്ട് റേറ്റ് എടുക്കുന്ന ഒരാളാണെങ്കിൽ 163 രൂപയ്ക്ക് ആൾക്ക് കിട്ടുന്നു. ഓൾമോസ്റ്റ് 87 രൂപയുടെ വില വ്യത്യാസം നമുക്ക് ഒരു പ്രൊഡക്റ്റിന് കിട്ടുന്നു. ജസ്റ്റ് ഇതേപോലെ തന്നെ 12 ഉൽപ്പന്നങ്ങളുണ്ട്. അതിന്റെ ടോട്ടൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് മാർക്കറ്റിൽ 1958 രൂപയ്ക്ക് മാർക്കറ്റ് വില കൊടുത്ത് വാങ്ങേണ്ട ഉൽപ്പന്നങ്ങൾ നമുക്ക് സമാന ക്വാളിറ്റി, അല്ലെങ്കിൽ അതിന് ഉയർന്ന ക്വാളിറ്റി ആയിട്ടുള്ളത് 1561 രൂപയ്ക്ക് കിട്ടുന്നു. അതും പോരാതെ ഡിസ്കൗണ്ട് കാർഡ് എടുത്തൊരു വ്യക്തിയാണ് നമ്മളെങ്കിൽ 1226 രൂപയ്ക്ക് അത് കിട്ടാനൊരു അവസരമുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന്റെ കെയർ ഓഫിൽ ഒരു വിപണന മൂല്യം ജനറേറ്റ് ആവുന്നു. 563 പോയിന്റുകൾ നമുക്ക് വിപണന മൂല്യമായിട്ട് തിരിച്ചു കിട്ടുന്നു. ഒരു കസ്റ്റമറിനെ സംബന്ധിച്ച് പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് വേണം. റീസണബിൾ കോസ്റ്റ്, അത് ന്യായമായ വിലക്ക് കിട്ടണം. അത് ഏറ്റവും അടുത്ത സ്റ്റോറിൽ നിന്ന് കിട്ടാനുള്ള ഒരു ലഭ്യത അവർക്ക് വേണം. സോ ഇവിടെ നമ്മളൊരു കമ്പാരിസൺ നടത്തി കഴിഞ്ഞാൽ പുറമെ മാർക്കറ്റിൽ 100 ഗ്രാമിന് കിട്ടുന്ന ഒരു സോപ്പാണ് ഡോവ്. ഏറ്റവും ടോപ്പ് ക്വാളിറ്റി സോപ്പ് നമുക്ക് അറിയാം, ഐശ്വര്യ റോയോ അല്ലെങ്കിൽ മാധുരി ദീക്ഷിത് ഒക്കെ പരസ്യം ചെയ്യുന്ന ഒരു ബ്യൂട്ടി ക്രീം ബാറാണ്. ഇതിന് 60 രൂപയാണ് പുറമെ മാർക്കറ്റിൽ വരുന്നതെങ്കിൽ അതിനേക്കാളും ഉയർന്ന TFM, 76% TFM ഉള്ള സെൻസേഷൻ സോപ്പ്, അതായത് പാല്, തേന്, വൈറ്റമിൻ ഇ, ഈ 3 അടങ്ങിയിരിക്കുന്ന ജനിച്ചു വീഴുന്ന കുട്ടിയെ വരെ കുളിപ്പിക്കാൻ പറ്റുന്ന ഈ ഒരു സോപ്പിന് വരുന്ന വില നമ്മുടെ MRP എന്ന് പറയുന്നത് 50 രൂപയാണ്. അപ്പൊ തന്നെ 10 രൂപയുടെ വ്യത്യാസമുണ്ട്. DP റേറ്റ് ആയിട്ടുള്ള 37 നമുക്ക് കിട്ടുന്നു. 2 രൂപ 30 പൈസ നമ്മളെ സോപ്പ് മേടിച്ചതിന്റെ കെയർ ഓഫിൽ നമുക്ക് തിരിച്ചു കിട്ടുന്നു. അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫാമിലിയിലും മിനിമം 4 സോപ്പെങ്കിലും വേണം. അങ്ങനെയാണെങ്കിൽ ഒരു മാസം നമുക്ക് ഒരു സോപ്പ് വാങ്ങുമ്പോൾ, അതായത് പുറമേ നിന്ന് ഡോവ് വാങ്ങുന്നതിന് പകരം നമ്മൾ സെൻസേഷൻ ആണ് വാങ്ങുന്നതെങ്കിൽ നമുക്ക് 25 രൂപ ആ ഒറ്റൊരു പർച്ചേസിൽ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഒരു വീട്ടിൽ എങ്ങനെ പോയാലും ഒരു മാസം 4 സോപ്പ് വേണം. 25 ഇൻറ്റു 4 100 രൂപയാണ് ഒരു മാസത്തെ നമ്മുടെ സേവിങ്സ്. ഇത് എല്ലാ മാസവും കുളിക്കണം, എല്ലാ മാസവും സോപ്പ് വേണം. 4 സോപ്പ് വെച്ചിട്ട് എല്ലാ മാസവും നമ്മൾ വാങ്ങുന്നു. 100 ഇൻറ്റു 12 1200 രൂപ ഒരു കൊല്ലം നമുക്ക് ഒരു സോപ്പുമേ സേവ് ചെയ്യാൻ സാധിക്കും.
1200 ഇൻറ്റു 48,000 രൂപ നമ്മൾ 40 കൊല്ലത്തെ കുളി ആർസിഎം സോപ്പിലേക്ക് മാറ്റിയിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും രൂപ സേവ് ചെയ്യാൻ പറ്റുന്നു. അഫ്കോഴ്സ് നിങ്ങൾ എല്ലാവരും 60 രൂപയുടെ സോപ്പ് തേച്ച് കുളിക്കുന്ന ആൾക്കാരല്ല. പക്ഷേ എന്തുകൊണ്ട് ഞാനത് പറഞ്ഞു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്വാളിറ്റിയുടെ ഡിഫറൻസ് ശരിക്കും മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ആർസിഎമ്മിൽ 9 രൂപയ്ക്കും സോപ്പ് ഉണ്ട്, 37 രൂപയ്ക്കും സോപ്പ് ഉണ്ട്. ചോയ്സ് ഇസ് യുവേഴ്സ്. ഏത് തേച്ച് കുളിക്കണം, എത്ര മാറ്റം കൊണ്ടുവരാം എന്നുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് കാണിച്ചു തന്നു വെച്ചാൽ ഈ കണക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മൾ വാങ്ങുന്ന ഉൽപ്പന്നം നമുക്ക് യാതൊരു തരത്തിലുള്ള ദോഷവും ഇല്ലാത്ത ഉൽപ്പന്നമായിരിക്കണം. നമ്മൾ എന്തിനാണോ അത് വാങ്ങുന്നത് അതിന്റെ പർപ്പസ് അതിന് ഫില്ലാക്കാൻ സാധിക്കണം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ആർസിഎമ്മിന്റെ ഒരു ഹെർബൽ ടൂത്ത് പേസ്റ്റ് 100 ഗ്രാമും ഇന്ന് അതിന് സമാനമായിട്ട് മാർക്കറ്റിൽ വരുന്ന ഒരു ഉൽപ്പന്നം 96 രൂപയാണ് വരുന്നത്. നമ്മുടെ ടൂത്ത് പേസ്റ്റിന് വരുന്ന വില 60 രൂപയാണ്. ജസ്റ്റ് അതിന്റെ ഒരു കമ്പാരിസൺ നമ്മൾ അതിന്റെ ക്വാളിറ്റിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 96 രൂപ കൊടുത്ത് വാങ്ങുന്ന പേസ്റ്റ് എന്ന് പറയുന്നത് MNC ആണ്, വിദേശ കുത്തക കമ്പനിയാണ്. 60 രൂപയ്ക്ക് കിട്ടുന്നത് പ്യുവർ ഇന്ത്യൻ പ്രൊഡക്റ്റ് ആണ്. അതിൽ ഡയറക്ഷൻ ടു യൂസ് ഇല്ല. കാരണം അതിൽ നമ്മുടെ ശരീരത്തിലേക്ക് ചെന്നാൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടുള്ളത് ഒന്നുമില്ല. ഫോമിംഗ് നോൺ ഫ്ലൂറിഡേറ്റഡ് ടൂത്ത് പേസ്റ്റ് ആണ് അത്. ഒപ്പം തന്നെ എന്താണ് കരിയാമ്പിന്റെയും അതുപോലെ തന്നെ വേപ്പിലയുടെയും എക്സ്ട്രാക്ട് അതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നത്തിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട്, ഏത് രീതിയിലാണ് അത് നിർമ്മിക്കപ്പെടുന്നത്, എത്ര കോസ്റ്റ് ആണ് നമുക്ക് അതിൽ കിട്ടുന്നത് എന്നുള്ളത്. ഇതിനൊരു കമ്പാരിറ്റീവ് സ്റ്റഡി നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 96 രൂപയ്ക്ക് പുറമേ കിട്ടുന്നത് നമുക്ക് 60 രൂപയ്ക്കാണ് MRPക്ക് കിട്ടുന്നത്. പക്ഷെ നമുക്ക് ഡിസ്കൗണ്ട് കാർഡ് എടുത്തു കഴിഞ്ഞാൽ അത് 43 രൂപയ്ക്ക് നമുക്ക് ഇവിടെ ലഭിക്കുന്നു. ടോട്ടൽ സേവിങ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ 53 രൂപയാണ് ടോട്ടൽ സേവിങ്. ഒരു ഫാമിലിയിൽ ആവറേജ് ആയിട്ട് എങ്ങനെ പോയാലും ഒരു മാസം 2 പേസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 53 ഇൻറ്റു 2 106 രൂപയാണ് നമ്മുടെ നെറ്റ് സേവിങ്. ആർസിഎം 24 കൊല്ലമായി തുടങ്ങിയിട്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പേസ്റ്റ് നിങ്ങൾ അന്ന് മാറ്റിയിരുന്നെങ്കിൽ 106 ഇൻറ്റു 12 ഇൻറ്റു 24 30,528 രൂപ നമുക്ക് ഒരു പേസ്റ്റുമേ ലാഭിക്കാൻ സാധിക്കും. ഇതൊരു ചെറിയ കാര്യമല്ല. ഉൽപ്പന്നം ചെറുതാണെങ്കിലും ഇതിൽ നിന്നുണ്ടാവുന്ന ലാഭം വളരെ വലുതാണ്. നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ഇന്ന് ഞാൻ ആ കമ്പനിയുടെ പേര് പറയുന്നില്ല, പക്ഷെ ആ കമ്പനിക്ക് ഇന്ന് മാർക്കറ്റിൽ 17 തരത്തിലുള്ള പേസ്റ്റുകൾ ഉണ്ട്. വേദശക്തി ഉണ്ട്, സോൾട്ട് ഉണ്ട്, മാക്സ് ഫ്രഷ് ഉണ്ട്, പുതിൻഹാര ഉണ്ട്. അങ്ങനെ ഒരു 17 തരത്തിലുള്ള പേസ്റ്റുകൾ ഒരു കമ്പനി ഇറക്കുന്നുണ്ട്. പേസ്റ്റ് നല്ലതാണെങ്കിൽ ഒരു പേസ്റ്റ് പോരെ. നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. പണ്ട് നമ്മൾ മാവേല ഉപയോഗിച്ചിട്ടാണ് പല്ല് തേച്ചിരുന്നത്, പണ്ട് ഉമിക്കരി ഉപയോഗിച്ചിട്ടാണ് പല്ല് തേച്ചിരുന്നത്. ഒരു ഉമിക്കരിയിലും അതിന്റെ സബ് ബ്രാൻഡ് ഒന്നും വന്നിട്ട് ഉമിക്കരി ചാർക്കോൾ, ഉമിക്കരി വേപ്പല, ഉമിക്കരി നീം എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പേസ്റ്റും ഒരു ഉമിക്കരി വന്നിട്ടില്ല. എല്ലാം ഒരേ സാധനം കൊണ്ടാണ് തേച്ചിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഉൽപ്പന്നം നല്ലതാണെങ്കിൽ ഒരെണ്ണം മതി. പക്ഷെ എന്തുകൊണ്ട് പല ബ്രാൻഡുകൾ ഇറക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വ്യക്തികളുടെ വരുമാനത്തിനനുസരിച്ചിട്ടാണ് അവർ ഇറക്കുന്നത്. 53 രൂപയ്ക്ക് തുടങ്ങുന്ന പേസ്റ്റ് 180 രൂപ വരെയുള്ള പേസ്റ്റ് ഇന്ന് മാർക്കറ്റിലുണ്ട്. കാരണം എന്താ, എല്ലാ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെയും സ്വാധീനിക്കാൻ വേണ്ടി പല പേരുകളിൽ പേസ്റ്റ് ഇറക്കുകയാണ്. ഇത്രയും പേസ്റ്റ്, ഇത്രയും 99.9% ഡെന്റിസ്റ്റുകൾ അപ്രൂവ് ചെയ്യുന്ന പേസ്റ്റ് ഉപയോഗിച്ചിട്ടും ഇന്ന് ആൾക്കാർക്ക് ഡെന്റൽ പ്രോബ്ലംസ് സാധാരണയെക്കാളും കൂടുതലാണ്. കാരണം 20 കൊല്ലം മുന്നേ തുടങ്ങുമ്പോൾ ഡെന്റൽ ആശുപത്രികൾ വളരെ കുറവായിരുന്നു. ഇന്ന് എല്ലാ മുക്കിലും മൂലയിലും ഡെന്റൽ ഹോസ്പിറ്റലുകൾ ഉണ്ട്. വൈ? ബിക്കോസ് പേസ്റ്റുകൾ ഉപയോഗിച്ചിട്ട്. അപ്പൊ നല്ലത് ഏത് ചീത്ത ഏതെന്ന് തീരുമാനിക്കാനുള്ള ഒരു അവസരം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ഇതൊരു പേസ്റ്റും ഒരു സോപ്പിന്റെയും കഥ മാത്രമല്ല. കാരണം ആർസിഎമ്മിൽ 4000-ലധികം ഡിഫറെന്റ് സെഗ്മെന്റ് ഓഫ് പ്രൊഡക്റ്റുകൾ ഉണ്ട്. ടെക്സ്റ്റൈൽസ് ഉണ്ട്, അതും എല്ലാ കാറ്റഗറി ആൾക്കാർക്ക് വേണ്ടിയിട്ട്, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള എല്ലാ മോഡൽ ഓഫ് ഡ്രസ്സുകൾ ഇന്ന് ടെക്സ്റ്റൈലിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഷൂസ് ആൻഡ് ചപ്പൽസ് ഉണ്ട്, കുട്ടികൾക്കും മുതിർന്നവർക്കും സ്ത്രീകൾക്കും. അതും ഷൂസുകൾ ഉണ്ട്, ചപ്പലുകൾ ഉണ്ട്, പുതിയതായിട്ട് വന്നിരിക്കുന്ന സ്നീക്കേഴ്സ് ഉണ്ട്. എല്ലാ രീതിയിലുള്ള പ്രൊഡക്റ്റുകളും ഇന്ന് നമുക്ക് ആർസിഎമ്മിലൂടെ കിട്ടുന്നുണ്ട്. ബാഗുകൾ, കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ളതായിക്കോട്ടെ, നമുക്ക് ദൂരെ യാത്രകൾക്ക് പോകാനുള്ളതായിക്കോട്ടെ, എല്ലാ തരത്തിലുള്ള ബാഗുകളും നമുക്ക് ഇവിടെ ഉണ്ട്. കീസോൾ, സൗന്ദര്യവർദ്ധിതമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ന് മാർക്കറ്റിൽ പലതും ഇറങ്ങുന്നുണ്ടെങ്കിൽ പോലും ഭൂരിഭാഗം ഉൽപ്പന്നങ്ങളും ഇന്ന് മാർക്കറ്റിൽ ഇറങ്ങുന്നതിൽ ഏറ്റവും കൂടുതൽ കേസുകൾ വരുന്നത് അത് മൃഗങ്ങളെ ഉപദ്രവിച്ചുകൊണ്ട് അതിൽ നിന്ന് എടുക്കുന്നതാണെന്നുള്ളതാണ്. പക്ഷെ ഇവിടെ കീസോൾ അതിനെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ സ്കിന്നിനായിക്കോട്ടെ, നമ്മുടെ മുടികൾക്കായിക്കോട്ടെ, രണ്ടിനും നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ തന്നുകൊണ്ട് ബോഡി ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഇന്ന് കീസോൾ നമുക്ക് മുന്നിൽ ഇറക്കുന്നത്. സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പാഡുകൾ, അതേപോലെ BB ക്രീം, നെയിൽ പോളിഷുകൾ, അനേകം ഉൽപ്പന്നങ്ങൾ. ഇപ്പൊ മുരിങ്ങ എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ്, മുരിങ്ങയുടെ സത്ത് അടങ്ങിയിട്ടുള്ള ഏറ്റവും കൂടുതൽ നമ്മുടെ സ്കിന്നിന് പ്രൊട്ടക്ഷൻ തരുന്ന ഉൽപ്പന്നങ്ങൾ, പേഴ്സണൽ കെയർ, സോപ്പ്, ബോഡി ക്രീമുകൾ, കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് ആർസിഎം തരുന്ന പ്രൊഡക്റ്റുകളാണ്. നേരത്തെ ഞാൻ ഹെൽത്തിനെ സംബന്ധിച്ച് 4 സെഗ്മെന്റുകൾ വേറെ കാണിച്ചെന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആർസിഎമ്മിലൂടെ കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ചെലവ് ചുരുങ്ങുന്നതിന്റെ ഒപ്പം തന്നെ നമുക്ക് വരുമാനം കൂട്ടാനുള്ള ഒരു അവസരം ഓട്ടോമാറ്റിക്കലി നടക്കുന്നുണ്ട്. അതിന്റെ ഒപ്പം എന്ത് കിട്ടുന്നുണ്ട്? സ്ഥിരമായിട്ട് 100 PVക്ക് മേലെ ഉൽപ്പന്നങ്ങൾ എല്ലാ മാസവും പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ഓരോ 6 മാസം കഴിയുമ്പോഴും അവർ വാങ്ങിയ ഉൽപ്പന്നത്തിന്റെ ആനുപാതികമായിട്ട് ഫ്രീ പ്രൊഡക്റ്റിന്റെ
ഒരു വലിയൊരു ഓഫർ അവർക്ക് കിടക്കുന്നത്. ഓരോ 6 മാസം കൂടുമ്പോഴും അവർക്ക് ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുന്നു. അതിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വരും ദിവസങ്ങളിൽ പഠിക്കും. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏത് കമ്പനിയാണ് ഇങ്ങനെ ഒരു ഫ്രീ പ്രൊഡക്റ്റ് ഓഫർ തരുന്നത്? നമ്മൾ സ്ഥിരമായിട്ട് 24-25 കൊല്ലമായിട്ട് നമുക്ക് പരിചയമുള്ള ബാലേട്ടന്റെ, കൃഷ്ണേട്ടന്റെ, രാമേട്ടന്റെ കടകളിൽ പോയി സാധനങ്ങൾ മേടിക്കുന്നു, അല്ലെങ്കിൽ കല്യാണിലോ റിലയൻസ് സ്മാർട്ടിലോ പോയി സാധനങ്ങൾ മേടിക്കുന്നു. പക്ഷെ ഇത്രയും കൊല്ലങ്ങളായിട്ട് നമ്മൾ അവിടെ സാധനങ്ങൾ മേടിച്ചിട്ട് 1 രൂപയുടെ പേസ്റ്റ് എങ്കിലും നമുക്ക് ഫ്രീ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. ഇവിടെ ഒരു കമ്പനി പറയാണ് 100 PV തൊട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഏതൊരു കസ്റ്റമർ ആയിക്കോട്ടെ, അവര് സ്ഥിരമായിട്ട് ആർസിയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ അവർക്ക് ഓരോ 6 മാസം കൂടുമ്പോഴും ഫ്രീ പ്രൊഡക്റ്റ് അവർ വാങ്ങുന്ന തുകയ്ക്ക് അനുസരിച്ചിട്ട് കൊടുക്കുന്നതായിരിക്കും എന്നൊരു കമ്പനി പറയുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്രയേറെ ബെനിഫിറ്റ് ആണ് ഒരു സാധാരണ ഒരു ജനങ്ങൾക്ക് കമ്പനി തരുന്നത്. അപ്പൊ ഒരു മാസത്തെ ചെലവ് മൊത്തം കമ്പനി എടുക്കുകയാണ്. ഒരു മാസത്തെ നമ്മുടെ കൺസംഷന്റെ, ഒരു മാസത്തെ നമ്മുടെ ജീവിത ചെലവിന്റെ ഒരു വലിയൊരു ഭാഗം കമ്പനി എടുക്കാൻ കഴിയണം. അങ്ങനെ 2 മാസം കമ്പനി നമ്മുടെ ജീവിത ചെലവ് എടുക്കുന്നുണ്ട്. അതായത് ഒരു കൊല്ലത്തിൽ 2 വട്ടം നമുക്ക് ഫ്രീ പ്രൊഡക്റ്റ് കിട്ടാനുള്ള ഒരു അവസരമുണ്ട്. ആ 2 മാസവും നമ്മുടെ സേവിങ്സ് ആയിട്ടാണ് മാറുന്നത്. അടുത്തതാണ് ഡബിൾ ധമാൽ. ഓരോ സെഗ്മെന്റുകളായിട്ടുള്ള ന്യൂട്രിചാർജ്, കീസോൾ, ഗാമ, ഈ 3 കാറ്റഗറിയിലും വീണ്ടും നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഓരോ 6 മാസം കൂടുമ്പോൾ വീണ്ടും നമുക്ക് എന്താണ് ഇതിലൂടെ ഒരു ഡബിൾ ധമാല് കിട്ടാനുള്ള അവസരമുണ്ട്. ന്യൂട്രിചാർജും തരുന്നുണ്ട്, ആർസിഎം തരുന്നുണ്ട്, കീസോളും തരുന്നുണ്ട്, ആർസിഎം തരുന്നുണ്ട്, ഗാമിൻ തരുന്നുണ്ട്, ആർസിഎം തരുന്നുണ്ട്. ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി വരും ദിവസങ്ങളിൽ പഠിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു സീരീസ് ഓഫ് പ്രോഗ്രാംസ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് മുടങ്ങാതെ പങ്കെടുത്താൽ മാത്രമേ ഈ ഓഫറുകൾ എന്താണ്, ഈ കൺസിസ്റ്റൻസി എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അടുത്തൊരു ബെനിഫിറ്റ് ആണ്, നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ ബിസിനസിനെ വളർത്താൻ സാധിക്കും. വീട്ടിൽ തന്നെ നമുക്ക് ഒരു ഷോപ്പ് സെറ്റ് ചെയ്തുകൊണ്ട് കമ്പനി തന്നെ നമുക്ക് അതിന് വേണ്ടി ഒരു ആപ്പ് റെഡിയാക്കി തന്നിട്ടുണ്ട്. ആ ആപ്പിലൂടെ നമുക്ക് ബില്ല് ചെയ്യാൻ സാധിക്കും. വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് ഒരു എന്റർപ്രണർ ആവാനുള്ള ഏറ്റവും വലിയൊരു അവസരമാണ് ആർസിഎം ഒരുക്കി തരുന്ന ഡിസ്പ്ലേ വാളിലൂടെ. നമ്മുടെ വീട്ടിലെ ഷെൽഫുകളിൽ നമുക്ക് ആർസിഎം ഉൽപ്പന്നങ്ങൾ നല്ല രീതിയിൽ ഭംഗിയായിട്ട് ക്രോഡീകരിച്ച് അറേഞ്ച് ചെയ്തതിനു ശേഷം അവിടെ ഒരു ഇനോഗ്രേഷൻ ഫംഗ്ഷൻ നടത്തിക്കൊണ്ട് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരൊക്കെ ഈ ഉൽപ്പന്നങ്ങളെ പറ്റി ബോധവൽക്കരിക്കാൻ സാധിക്കും. ബോധവൽക്കരിക്കാൻ സാധിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒപ്പം തന്നെ ആർസിഎമ്മിന്റെ ഗുണമേന്മ പറഞ്ഞു കൊടുക്കാനും ഇതിന്റെ ഒരു അംഗത്വം എടുക്കാനും അതേപോലെ തന്നെ ഇതിൽ വന്നു കഴിഞ്ഞുണ്ടാകുന്ന ബെനിഫിറ്റുകളും പടിപടിയായിട്ട് അവരിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു സിസ്റ്റമാണ് ഡിസ്പ്ലേ ബോർഡ് എന്ന് പറയുന്നത്. ഇതും ഒരു വലിയൊരു അവസരമാണ്. കാരണം ഇന്ന് ഒരുപാട് പേര് ഒരു കട തുടങ്ങണം അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ച് ഇൻവെസ്റ്റ്മെന്റ് വളരെ ഹ്യൂജ് ആണ്. അങ്ങനെ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോൾ അവർ പിന്നാക്കം പോകുമ്പോൾ ഇവിടെ നമുക്കൊരു 10,000 രൂപയ്ക്ക് നിത്യേന ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ വെച്ചുകൊണ്ട് മാത്രം തന്നെ നമുക്കൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അതിലൂടെ നമ്മുടെ അടുത്തുള്ള ആൾക്കാർക്ക് ഒരു സെയിൽസ് ബെനിഫിറ്റിലൂടെ തന്നെ നമുക്ക് നല്ലൊരു കച്ചവടം കൊണ്ടുവരാനും സാധിക്കും. ഡിസ്പ്ലേ ബോർഡിനെ പറ്റിയിട്ടും ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ പഠിക്കും. ഒപ്പം തന്നെ നമ്മൾ DP റേറ്റിൽ, അതായത് നമുക്ക് കമ്പനി അംഗീകൃതമായിട്ട് തരുന്ന ഒരു റേറ്റ് ഉണ്ട്, DP റേറ്റ് എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് റേറ്റ്. ആ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ നമ്മൾ സാധനങ്ങൾ എടുക്കുന്നു, നമുക്കത് വേണമെങ്കിൽ MRPക്ക് വിൽക്കാൻ നമ്മൾ റെഡി ആണെങ്കിൽ നമുക്കൊരു സെയിൽസ് കമ്മീഷൻ അതിലൂടെ ജനറേറ്റ് ആവും. മിനിമം ഒരു ദിവസം 2,000 രൂപയ്ക്ക് നിങ്ങൾ സെയിൽ ചെയ്യാൻ റെഡി ആണെങ്കിൽ ആ മാസം തീരുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 15,800 രൂപ ശമ്പളമായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. അതായത് ഒരു ഗവൺമെന്റ് ജോലി ടെസ്റ്റ് എഴുതി പാസ്സായി ആദ്യമായിട്ട് ആ ഒരു ജോലിക്ക് കയറുന്ന ഒരാൾക്ക് ആദ്യത്തെ മാസം കിട്ടുന്ന വരുമാനത്തെക്കാളും കൂടുതൽ വരുമാനം ഒരു ദിവസം 2,000 രൂപയുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. സോ സെയിൽസ് കമ്മീഷനും ഇതിന്റെ ഏറ്റവും വലിയൊരു ആകർഷണമാണ്. ഒപ്പം തന്നെ ടീം ബിൽഡിംഗ്. നമ്മൾ മാത്രമല്ല, നമ്മളിലൂടെ ഒരുപാട് പേരിലേക്ക് ഈ ആശയം എത്തുകയും ഒരു വലിയ ടീം തന്നെ ഡെവലപ്പ് ആവുകയും ചെയ്യുമ്പോൾ നമുക്കിതിലൂടെ ഒരു പേഴ്സണലൈസ്ഡ് കമ്മീഷൻ വരും. എല്ലാ മാസവും നമ്മുടെ വർക്കിനും നമ്മുടെ ടീമിന്റെ വർക്കിനും കൂടി ചേർത്തുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു കമ്മീഷൻ വരും. ആ കമ്മീഷൻ ഏത് വരെ എത്തും? 25 ലക്ഷം എന്ന് പറയുന്ന ഡയമണ്ട് എന്നൊരു പൊസിഷൻ വരെ എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് അതിന്റെ ഏറ്റവും ടോപ്പ് ടയറിൽ നിൽക്കുന്ന ആൾക്കാർ വാങ്ങുന്ന ഒരു വരുമാനമാണ്. പക്ഷെ ഇതിനൊക്കെ തുടക്കം കുറിക്കുന്നത് നമ്മുടെ ബേസിക് ലെവലായിട്ടുള്ള ബിഗിനറാണ്. ഇതിനൊക്കെ പറ്റി നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ പഠിക്കും. എന്തുകൊണ്ട് ഞാൻ ഇത് കാണിച്ചു എന്ന് വെച്ചാൽ ഇത്രയും വരുമാനം കിട്ടുന്ന ആൾക്കാരുണ്ട്, ഇത്രയും വരുമാനം വാങ്ങുന്ന ആൾക്കാർ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ ഉണ്ട്. നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പേൾ അച്ചീവേഴ്സ് ഉണ്ട്, സ്റ്റാർ പേൾ അച്ചീവേഴ്സ് ഉണ്ട്, എമറാൾഡ് 1 ലക്ഷം വാങ്ങുന്ന എമറാൾഡ് അച്ചീവേഴ്സ് ഉണ്ട്, 1.75 ലക്ഷം മേടിക്കുന്ന സ്റ്റാർ എമറാൾഡ് ഉണ്ട്. അതിലൊരു സ്റ്റാർ എമറാൾഡ് ആണ് നിങ്ങളോട് സംസാരിക്കുന്നത്. 3 ലക്ഷം വാങ്ങുന്ന ഒരു റൂബി ഉണ്ട്, സ്റ്റാർ റൂബി ഉണ്ട് 5 ലക്ഷം വാങ്ങുന്നത്, സഫയർ ഉണ്ട് 10 ലക്ഷം വാങ്ങുന്നത്, സ്റ്റാർ സഫയർ 25 ലക്ഷം, ഡയമണ്ട് 25 ലക്ഷം. ഇതൊക്കെ സാധിക്കും, ഏതൊരു സാധാരണക്കാരനും സാധിക്കും. പക്ഷെ തീരുമാനം ആരുടെ ആയിരിക്കണം? നമ്മൾ ഓരോരുത്തരായിരിക്കും. ഇതിനെല്ലാത്തിനും പുറമെ ഈ കമ്മീഷനും കിട്ടും, സെയിൽസ് ബെനിഫിറ്റും കിട്ടും. പക്ഷെ ഇതിന്റെ ഒപ്പം നമുക്ക് കിട്ടുന്ന മറ്റൊരു കാര്യമുണ്ട്, മാസത്തിലും കൊല്ലത്തിലും നമുക്ക് ബോണസ് കിട്ടും. ഓരോ പൊസിഷൻ അനുസരിച്ചിട്ട് ഓരോ മാസങ്ങളിൽ നമുക്ക് കിട്ടിയ ബോണസിന്റെ ചെറിയൊരു ചാർട്ടാണിത്. ഏറ്റവും തുടക്കത്തിൽ ബോണസ് കിട്ടാൻ അർഹതപ്പെട്ട ഒരു പൊസിഷനാണ് ഓപ്പണർ. കഴിഞ്ഞ മാസം മെയില് 392
കിട്ടിയ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ ഡിസംബർ ആയപ്പോൾ അവർക്ക് 1012 ബോണസ് ആയിട്ട് എഡീഷണൽ ആയിട്ട് ഒരു മാസം കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാർ പ്ലാറ്റിനം അച്ചീവറിന് 9260 പേരെ ബോണസ് ആയിട്ട് കിട്ടും. കമ്മീഷൻ അല്ല ഞാൻ പറയുന്നത്, ബോണസ് ആയിട്ട് എക്സ്ട്രാ കിട്ടും. സ്റ്റാർ എമറാൾഡിന് 17418 രൂപ ഒരു മാസം ബോണസ് ആയിട്ട് കിട്ടും. ഇതെല്ലാം കൂടി ടോട്ടൽ ആയിട്ട് ഒരു കൊല്ലത്തിലും ബോണസ് ആയിട്ട് കിട്ടും. അപ്പൊ ഇതൊക്കെ എന്താണെന്ന് നമ്മൾ വരും ദിവസത്തിൽ പഠിക്കും. പക്ഷെ എല്ലാം കൂടി തുടക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. നമ്മുടെ ഈ ഒരു സെഷന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഓരോ ദിവസവും നിങ്ങളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് RCM എന്താണ്, എങ്ങനെയാണ്, എന്ത് തരും, എങ്ങനെ തരും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ RCM ബിസിനസ് ഇന്ന് കേരളത്തിൽ എത്രത്തോളം വളർന്നു എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിൽ 90,000 ആക്റ്റീവ് അസോസിയേറ്റ് ബയ്യേഴ്സ് ഇന്ന് RCMനുണ്ട്. 1500-ലധികം ആക്റ്റീവ്ലി വർക്ക് ചെയ്യുന്ന ഷോപ്പുകൾ, PUCകൾ നമുക്കുണ്ട്. മൂന്നിലധികം വണ്ടർ വേൾഡുകൾ, അതായത് 250 സ്ക്വയർ ഫീറ്റിൽ അധികമായിട്ട് നിൽക്കുന്ന 3-ലധികം വണ്ടർ വേൾഡുകൾ ഇന്ന് നമുക്ക് കേരളത്തിലുണ്ട്. 200 എണ്ണം ഓൾ ഓവർ ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ 6 ഡിപ്പോകൾ ഉണ്ട്. 6 ഡിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗോഡൌണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് വെച്ച് അത് കടയിലേക്ക് എത്തിക്കുന്ന 6 ഡിപ്പോകൾ നമുക്ക് ഇന്ന് കേരളത്തിലുണ്ട്. അപ്പൊ ഈ ഒരു 24 കൊല്ലം കമ്പനിക്ക് എടുത്തെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 2007-ലാണ് ബിസിനസ് കേരളത്തിൽ സ്റ്റാർട്ട് ആവുന്നത്. ആ 2007 തൊട്ട് ഈ ഒരു ടൈം വരെ 17 കൊല്ലത്തിനുള്ളിൽ നമ്മൾ നേടിയെടുത്ത കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാത്തിനും പുറമെ നമുക്ക് 8 ലക്ഷം വാങ്ങിക്കുന്ന ഒരു സഫയർ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരു ക്ലാസ് തുടങ്ങുന്നതിനേക്കാളും മുന്നേ ഈ ഒരു ബിസിനസ്സിൽ കേരളത്തിനെ ഒരു വലിയൊരു രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും വളരുന്ന ടീമായിട്ട് മാറ്റിയ ശ്രീ CRN മൂർത്തി സാറാണ് ആ 8 ലക്ഷം മേടിക്കുന്ന മഹത് വ്യക്തി. ഇന്ന് നമുക്ക് കേരളത്തിൽ ഈ ഒരു 17 കൊല്ലത്തെ കാലയളവിൽ ഒരു സഫയറിനെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിച്ചു. അതിനെല്ലാത്തിനും ഉപരി ഈ ഒരു സഫയറിന്റെ ഈ ഒരു വളർച്ചയ്ക്ക് നമുക്കൊരു സ്റ്റാർ റൂബി വന്നു. 4 ലക്ഷം പ്രതിമാസം വാങ്ങുന്ന ഒരു സ്റ്റാർ റൂബി, അതായത് നമുക്കറിയാം കോഴിക്കോടിന്റെ അഭിമാനമായിട്ടുള്ള ഇന്ന് ഇന്ത്യയിൽ ഈ ഒരു ബിസിനസിനെ സ്റ്റാർട്ട് ചെയ്ത ശ്രീ PC ചാപ്രാജി വരെ ഇന്ന് മലയാളം പറയുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരനായിട്ട് സുജിത് സാർ അല്ലെ. കോഴിക്കോട് ഒരു ഷോപ്പ് തുടങ്ങി ഇന്ന് ആ ഷോപ്പിലൂടെ അനേകം പേർക്ക് ഷോപ്പ് തുടങ്ങാനും ഈ ഒരു ബിസിനസിനെ വേറെ തലത്തിലേക്ക് ഉയർത്താനും സഹായിക്കുകയും പ്രചോദനമാവുകയും ചെയ്ത ശ്രീ സുജിത് സാറ്, അദ്ദേഹം ഇന്ന് സ്റ്റാർ റൂബി പൊസിഷനിൽ നിൽക്കുന്ന ആളാണ്. ഈ 17 കൊല്ലത്തിൽ നമുക്കൊരു സ്റ്റാർ റൂബി, ഒരു 4 ലക്ഷം വാങ്ങുന്ന ഒരു സ്റ്റാർ റൂബിനെ സൃഷ്ടിക്കാൻ സാധിച്ചു. 3 റൂബിമാര് 2.50 ലക്ഷം പ്രതിമാസം വാങ്ങുന്ന 3 റൂബിമാര് നമുക്ക് ഇന്ന് കേരളത്തിലുണ്ട്. 6 സ്റ്റാർ എമറാൾഡുമാര് 1.75 ലക്ഷം വാങ്ങുന്ന 6 സ്റ്റാർ എമറാൾഡുമാരെ നമുക്ക് ഈ 17 കൊല്ലത്തിൽ സൃഷ്ടിക്കാൻ സാധിച്ചു. 18 എമറാൾഡുമാരെ നമുക്ക് ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ സൃഷ്ടിക്കാൻ സാധിച്ചു. 1 ലക്ഷം വാങ്ങുന്ന 18 പേര്, പ്രതിമാസം 1 ലക്ഷം വാങ്ങുന്ന 18 പേര്. അതേപോലെ തന്നെ 100-ലധികം ടെക്നിക്കൽ അച്ചീവേഴ്സ്, 50,000 അല്ലെങ്കിൽ അതിന് മുകളിൽ വാങ്ങുന്ന 100-ലധികം ടെക്നിക്കൽ അച്ചീവേഴ്സ്, 50,000 തൊട്ട് 1 ലക്ഷം വരെ വാങ്ങുന്ന വ്യക്തികളെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിച്ചു. ഒപ്പം തന്നെ 230 റോയൽറ്റി അച്ചീവേഴ്സ്, 20,000 തൊട്ട് 50,000 വരെ വരുമാനം വാങ്ങുന്ന, പ്രതിമാസം വരുമാനം വാങ്ങുന്ന ആൾക്കാരെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിച്ചു. 300-ലധികം സ്റ്റാറുകൾ, അതായത് മിനിമം ഒരു മാസം 20,000 25,000 വാങ്ങുന്ന സ്റ്റാറുകളെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിച്ചു. ഒപ്പം തന്നെ അനേകം വൈറ്റൽ ലെവൽ അച്ചീവേഴ്സ്, 1000-ലല്ല 10,000-ലധികം വൈറ്റൽ ലെവൽ അച്ചീവേഴ്സിനെ നമുക്ക് ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ നമുക്ക് സൃഷ്ടിക്കാൻ സാധിച്ചു. ബിക്കോസ് എല്ലാവർക്കും ഈ ഒരു ബിസിനസിന്റെ കാഴ്ചപ്പാട് അവരുടെ ജീവിതമായിട്ട് ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിച്ചു. എക്സ്ട്രാ വരുമാനം മേടിക്കുന്ന ആൾക്കാര് അവർക്ക് വീണ്ടും ഒരു എന്തെങ്കിലും ഒന്ന് ലൈഫിൽ കിട്ടണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അവർ RCMനെ തെരഞ്ഞെടുത്തു. അതിലൂടെ വലിയൊരു വരുമാനം അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. പക്ഷെ RCM എളുപ്പമല്ല, എളുപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിനെ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇത് ഒരു വ്യക്തി മാത്രം ചെയ്യുന്ന ഒരു ബിസിനസ് അല്ല. ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് വന്ന് അതിനുവേണ്ടി പ്രയത്നിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു റിസൾട്ട് ആണ് ഈ ഒരു ബിസിനസ്. സോ ഇറ്റ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ഇൻ ദ വേൾഡ്. ഞാൻ മനസ്സിലാക്കിയോടത്തോളം, ഞാൻ ഈ ബിസിനസിനെ പഠിച്ചോടത്തോളം, ഈ ഒരു മേഖലയെ പഠിച്ചോടത്തോളം, ഇന്ന് എന്തുകൊണ്ട് ഇന്ത്യയില് ഛത്തീസ്ഗഡിൽ ഷുലിനി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സിറ്റി ഇന്ന് ഡയറക്ട് സെല്ലിങ്ങിനെ പറ്റിയിട്ട് ഒരു ഡിപ്ലോമ കോഴ്സ് നടത്തുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഉത്തരം. കാരണം ഇന്ന് ഈ ഒരു സമൂഹം മാറിക്കഴിഞ്ഞു, ട്രെൻഡുകൾ മാറിക്കഴിഞ്ഞു. ഇന്ന് ആമസോണിലൂടെയാണ് നമുക്ക് ഉൽപ്പന്നങ്ങൾ എത്തുന്നത്. ആ ആമസോണിലാണെങ്കിൽ പോലും ഒരു 10 ദിവസത്തെ ഡിലേ വന്നു കഴിഞ്ഞാൽ, ഒരു 10 ദിവസം നമ്മളത് തിരിച്ചു കൊടുക്കാനുള്ള ഒരു ഡിലേ വന്നു കഴിഞ്ഞാൽ പോലും അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ RCMല് അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല, അവിടെ സ്വന്തം ഉൽപ്പന്നങ്ങളല്ല വിൽക്കപ്പെടുന്നത്, ഇവിടെ സ്വന്തം ഉൽപ്പന്നങ്ങളാണ് വിൽക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മൾ വിൽക്കുന്ന ഉൽപ്പന്നത്തിന് നമുക്ക് 100% റെസ്പോൺസിബിലിറ്റി ഉണ്ട്, കരുതലുമുണ്ട്, അഷ്യൂരിറ്റി ഉണ്ട്, വാറന്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് തന്നെ നമുക്ക് ക്വാളിറ്റിയുടെ കാര്യത്തിൽ അശേഷം ചിന്തിക്കേണ്ട ആവശ്യമില്ല. കൊടുക്കുന്ന ഏതൊരു വ്യക്തിക്കും റിസൾട്ട് ഉണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ അനേകം റിസൾട്ടിന്റെ ഫലമാണ് നമ്മളിപ്പോ കണ്ട സഫയറും സ്റ്റാർ റൂബിയും സ്റ്റാർ എമറാൾഡും ഒക്കെ. ഇതിനെല്ലാത്തിനും പുറമേ ഇറ്റ് ഈസ് ദ ബെസ്റ്റ് പ്രൊഫഷൻ.
ഏറ്റവും മികച്ച പ്രൊഫഷൻ. കാരണം ഇവിടെ ഒരു നിശ്ചിത സമയമൊന്നുമില്ല, നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയമാണ്. എത്ര സമയം നമ്മൾ ആർസിഎമ്മിന് വേണ്ടി ഒരു ദിവസം വർക്ക് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് മറ്റാരുമല്ല, നമ്മൾ ഓരോരുത്തരാണ്. എത്ര സമയം നമ്മുടെ കുടുംബത്തിന് വേണ്ടി കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് മറ്റാരുമല്ല, നമ്മളാണ്. എത്ര പേരെ ഈ ഒരു ബിസിനസ്സിലൂടെ വിജയിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. നല്ല കൂട്ടുകെട്ടുകൾ, നല്ല ബന്ധങ്ങൾ, നല്ല ചിന്തകൾ, വളരാനുള്ള എല്ലാ രീതിയിലുള്ള സഹായങ്ങളും നമുക്ക് വേണ്ടി തരുന്ന ലീഡർമാര്. അപ്പൊ ഏറ്റവും മികച്ച പ്രൊഫഷനിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. സോ ബി എ പ്രൊഫഷണൽ, ഡോണ്ട് ബി എ കസ്റ്റമർ. നമ്മളൊരു കസ്റ്റമർ ആയിട്ട് ഒതുങ്ങിക്കൂടാതെ ഇതിനൊരു പ്രൊഫഷണൽ ലെവൽ എടുത്തുകൊണ്ട് ഒരു എന്റർപ്രണർ മൈൻഡ് സെറ്റ്, അതായത് സ്വന്തം കാലിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ആർസിഎം. കാരണം 2020 ഞാൻ ഈ ബിസിനസ്സിനെ സീരിയസ് ആയിട്ട് പഠിക്കാൻ തീരുമാനിച്ചു. കോവിഡ് വന്നു. കോവിഡ് എന്നൊരു സമയത്ത് സൂം പ്രോഗ്രാമുകൾ വളരെ സജീവമായി തുടങ്ങി. ആ സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഈ ഒരു ബിസിനസ്സിനെ എങ്ങനെയാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത്. കാരണം എല്ലാ മേഖലകളും അടഞ്ഞു തുടങ്ങി. ഞാൻ വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ, ഞാൻ വർക്ക് ചെയ്ത ഡിവിഷൻ അടഞ്ഞു. അവിടെ ഇനി ആൾക്കാർ വർക്ക് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ വലിയ വലിയ കമ്പനികൾ വീണു. ആ കമ്പനികളെ തകർച്ച ഞാൻ നേരിട്ട് കാണുമ്പോൾ ഞാൻ വിചാരിച്ചു എങ്ങനെയാണ് ആർസിഎം ഇതിൽ നിലനിൽക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ആർസിഎം ഇതിൽ വളരാ എന്ന് വിചാരിച്ചപ്പോൾ വളരെ അത്ഭുതകരമായിട്ട് ഗവൺമെന്റ് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ മെഡിക്കൽ ഷോപ്പുകളും വീട്ടിലേക്ക് വേണ്ട FMCG നിത്യേന ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളും അടച്ചിടേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തുറന്നു വെക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സ്വരാജ് ആർസിഎം ഷോപ്പ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് എന്റെ മാതാപിതാക്കൾ നടത്തുന്നുണ്ട്. കഴിഞ്ഞ 14 കൊല്ലമായിട്ട് അവരവിടെ നടത്തുന്നുണ്ട്. അങ്ങനെ വടക്കാഞ്ചേരിയിൽ ഒരു ദിവസം പോലും കട അടച്ച് ഇടേണ്ടി വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഈ ഒരു ബിസിനസ്സിൽ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ചെയ്തതിനല്ല വരുമാനം. നമ്മൾ കഴിഞ്ഞ മാസം ചെയ്തതിനുള്ള വരുമാനം നമുക്ക് അടുത്ത മാസം കിട്ടുന്നു. അതിന് മുന്നേ ചെയ്തതിനുള്ള വരുമാനം അതിന്റെ അടുത്ത മാസം കിട്ടുന്നു. അങ്ങനെ നമുക്ക് ചിലപ്പോൾ ചില സമയങ്ങളിൽ വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സമയത്ത് പോലും ആർസിഎം ഒരു കൈത്താങ്ങായി മാറുന്നു, ഒരു സെക്യൂരിറ്റി ആയിട്ട് മാറുന്നു. പക്ഷെ അതിനെല്ലാത്തിനും വലിയൊരു സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഒരു ബിസിനസ്സിന്റെ വളർച്ച നമുക്ക് മറ്റൊരു തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. കാരണം ഈ ഒരു ബിസിനസ്സിലൂടെ രാജൻ എന്നൊരു വ്യക്തി, ഡോക്ടർ രാജൻ എന്നൊരു വ്യക്തി വളർന്നപ്പോൾ അദ്ദേഹം ഈ ബിസിനസ്സിൽ 2 ഐഡി എടുത്തു. അതിൽ ഒരു ഐഡി ഞാൻ വളർന്നു വലുതായപ്പോൾ എനിക്ക് തന്നു. എനിക്ക് ഐ ഡി കിട്ടുമ്പോൾ എന്റെ ആദ്യത്തെ വരുമാനം എന്ന് പറയുന്നത് 1,25,348 രൂപയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ഗവൺമെന്റ് ജോലി ആയിക്കോട്ടെ, ഒരു പ്രൈവറ്റ് ജോലി ആയിക്കോട്ടെ, ഏത് ജോലി ആയിക്കോട്ടെ, ആ ജോലിയിലൂടെ നമുക്ക് മറ്റൊരു വ്യക്തിക്ക് ഈ ഒരു അംഗീകാരങ്ങളോ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു വരുമാനമോ കൈമാറ്റം ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊരു ബാങ്ക് മാനേജർ ആണെങ്കിൽ നിങ്ങളുടെ മകൻ ബാങ്കിലേക്ക് വർക്ക് ചെയ്യണമെങ്കിൽ അവൻ ടെസ്റ്റ് എഴുതണം, പാസ്സാവണം, റെക്കമെൻഡേഷൻ വേണം. ഒരിക്കലും ബാങ്ക് മാനേജർ ആയിട്ട് പോസ്റ്റിംഗ് കിട്ടില്ല. ക്ലർക്കായിട്ട് കയറും, പതുക്കെ 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 ബാങ്ക് മാനേജറായിട്ട് മാറും. ഏതൊരു മേഖല എടുത്താലും ഇത് തന്നെയാണ് അവസ്ഥ. പക്ഷെ ആർസിഎമ്മിൽ അങ്ങനെയല്ല. നമ്മുടെ ഐഡി അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇതിനെ പറയുന്നത് തലമുറയുടെ ബിസിനസ് ആണെന്നുള്ളത്. അങ്ങനെ ഈ ബിസിനസിന്റെ സാധ്യത മനസ്സിലാക്കി വന്നപ്പോൾ എന്റെ ജീവിതത്തിൽ ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ച തരത്തിലുള്ള അംഗീകാരങ്ങൾ എന്നെ തേടിയെത്തി. ഇന്ന് ഏതൊരു സ്റ്റേജിൽ ചെന്നാലും ഒരു കൂട്ടം ആൾക്കാർ വന്ന് ഷോൾ അണിയിപ്പിക്കുന്നു, ബൊക്കെ തരുന്നു, നമ്മളെ കാണുമ്പോൾ സന്തോഷം തോന്നുന്നു, അവർക്ക് അവരുടെ വിഷമങ്ങൾ മാറുന്നു, അവർ കൈയടിക്കുന്നു, അവർ ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നു, കുറച്ചു പേര് നിന്ന് കേൾക്കുന്നു, കുറച്ചു പേര് ഇരുന്ന് കേൾക്കുന്നു. അത്തരത്തിൽ ആർസിഎം എന്നൊരു ബിസിനസ്സിനെ എന്നെ വളർത്താൻ സാധിച്ചു, റെക്കഗ്നൈസ് ചെയ്യിപ്പിക്കാൻ സാധിച്ചു. ഇന്ന് എവിടെ ചെന്നാലും ഏത് സ്ഥലത്ത് ചെന്നാലും എന്നെ തിരിച്ചറിയുന്ന ഒരു വ്യക്തി ഇന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ കാരണം ആർസിഎം ആണ്. അത് മാത്രമല്ല, ഇന്ന് ആർസിഎം എന്നൊരു ബിസിനസ് എന്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിളിലൊക്കെ ആദ്യം അർജുൻ എംആർ എന്നൊരു പേര് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും വരില്ലായിരുന്നു. കംപ്ലീറ്റ് ശൂന്യതയാണ്. വേറെ ഒരു ബാഡ്മിന്റൺ പ്ലെയർ ഉണ്ട് അർജുൻ എംആർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഫോട്ടോ ആണ് വരുന്നെങ്കിൽ ഇപ്പോൾ അർജുൻ എംആർ ആർസിഎം എന്ന് അടിച്ചു കഴിഞ്ഞാൽ ആർസിഎം എന്ന 3 അക്ഷരം എന്റെ വാലായിട്ട് മാറിയപ്പോൾ ഇന്ന് എന്നെ സംബന്ധിച്ചുള്ള ന്യൂസുകളും എന്നെ സംബന്ധിച്ചുള്ള വീഡിയോസും എന്നെ സംബന്ധിച്ചുള്ള അറിവുകളും ഇന്ന് ഗൂഗിൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് എത്രത്തോളം ഒരു അവസരം ആർസിഎം ബിസിനസ് ഒരുക്കി തരുന്നുണ്ട്. അത് മാത്രമല്ല, ഇന്ന് അനേകം വേദികളിൽ അനേകം വ്യക്തികളെ ആർസിഎം ബിസിനസിന്റെ ഗുണങ്ങളെ പറ്റിയിട്ട് ബോധവൽക്കരിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നു. 100 പേര് 30 പേരുടെ വേദിയിൽ നിന്ന് തുടങ്ങി ഇന്ന് 5000-ലധികം ആൾക്കാരിലേക്ക് നിന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം ഒരുക്കി തന്നത് ആർസിഎം ആണ്. ക്വാളിറ്റി ടൈം ഇന്ന് ആർസിഎമ്മിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന കാര്യം എന്റെ കുടുംബത്തിന്റെ ഒപ്പം ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും എല്ലാവരുടെയും ഏറ്റവും വലിയൊരു വിഷമം എന്ന് പറയുന്നത് ചെയ്യുന്ന ജോലി ഒരുപാട് സമയം നീണ്ടുപോകുന്നു, അവർക്ക് കുടുംബമായിട്ട് വേണ്ട രീതിയിലുള്ള ഒരു ബന്ധം നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. പല ആൾക്കാരും ഇന്ന് വിദേശ രാജ്യങ്ങളിലാണ് അവരുടെ കുടുംബത്തിന് വേണ്ടി. പക്ഷെ അവര് വർക്ക് ചെയ്യുന്നത് ആ കുടുംബത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ആ കുടുംബത്തിനൊപ്പം അവരുടെ കാര്യം സ്പെൻഡ് ചെയ്യാൻ സമയമില്ല. അവിടെയാണ് ആർസിഎമ്മിന്റെ പ്രസക്തി വരുന്നത്. കാരണം ഒരേപോലെ വർക്കും ഫാമിലിയും ഒരുമിച്ച് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഈ ഫോട്ടോയിൽ കാണുന്ന എല്ലാവരും ആർസിഎമ്മിന്റെ ഭാഗമാണ്. ഈ ഫോട്ടോയിൽ കാണുന്ന എല്ലാവരും ആർസിഎമ്മിന്റെ പ്രവർത്തകരാണ്. ഈ ഫോട്ടോയിൽ കാണുന്ന എല്ലാവരും ആർസിഎം സംസാരിക്കുന്ന ആൾക്കാരാണ്. ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ എനിക്ക് ഈ ഒരു ബിസിനസ്സിനോട് കാര്യമായിട്ടുള്ള ഒരു അനുകമ്പയോ ഒരു ഇഷ്ടമോ ഒന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, ഞാനും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ
പോയി ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ മനസ്സിലായി, ഉൽപ്പന്നങ്ങളെ പറ്റി പഠിപ്പിച്ചു തുടങ്ങി, ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ, ഞാൻ ഈ ബിസിനസിനെ ഏറ്റെടുത്തപ്പോൾ എനിക്ക് എന്റെ മാതാപിതാക്കൾ ഡോക്ടർ രാജൻ സാറും സ്റ്റാർ എമറാൾഡ് പ്രിയ മേഡം സംസാരിക്കുന്ന ഭാഷ എന്താണെന്ന് മനസ്സിലായി. ആ ഭാഷയുടെ പേരാണ് RCM. RCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലവ് എന്നാണ്, ഇഷ്ടം. ആ ഒരു ഇഷ്ടം എന്താണെന്നുള്ളത് എനിക്ക് RCM-ലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. ആ ഇഷ്ടത്തിന്റെ ഭാഗമായിട്ട് വേറൊരു ഇഷ്ടം കൂടി ജീവിതത്തിലേക്ക് ഒരുമിച്ച് വന്നു. ഒരു സാധാരണ ബിസിനസ്സുകാരനെ സംബന്ധിച്ച് പെണ്ണ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്, കാരണം ബിസിനസ് ആവുമ്പോൾ എപ്പോ വേണമെങ്കിലും മുങ്ങാം. പക്ഷെ RCM ബിസിനസ് കഴിഞ്ഞ 24 കൊല്ലമായിട്ട് തലയുയർത്തി നിൽക്കുന്ന ഒരു ബിസിനസ് ആയതുകൊണ്ട് തന്നെ ഒരു ഡോക്ടർ ആയിട്ട് കൂടെ എന്നെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് ഡോക്ടർ അരുണിമ കാണിച്ചു. അതിന്റെ ഒപ്പം തന്നെ ഡോക്ടർ അരുണിമയുടെ അച്ഛനായിട്ടുള്ള റൂബി ബിനു സാറ്, അദ്ദേഹം സാധാരണഗതിയിൽ ഡോക്ടർമാരെയാണ് കല്യാണം കഴിപ്പിക്കുക, എഞ്ചിനീയറാണ് കല്യാണം കഴിപ്പിക്കുക, ബാങ്ക് മാനേജറായിട്ടാണ് കല്യാണം കഴിപ്പിക്കുക. പക്ഷേ ഇന്ന് എന്റെ ഫാദർ ഇൻ ലോ ഒരു തീരുമാനമെടുത്തു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എടുത്തതിൽ ഏറ്റവും നല്ല തീരുമാനമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, ഒരു വ്യക്തി ആ വ്യക്തിയുടെ മകളെ ഒരു വ്യക്തിക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം എത്രയും സെക്യൂരിറ്റി നോക്കിയിട്ടാണ് കൊടുക്കുക. അങ്ങനെ RCM ആണ് ഏറ്റവും വലിയൊരു സെക്യൂരിറ്റി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇന്ന് ഡോക്ടർ അരുണിമ എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറിയത്. അങ്ങനെ അരുണിമയോടൊപ്പം തന്നെ ഇന്ന് പല രാജ്യങ്ങൾ കാണാനുള്ള ഒരു അവസരം RCM-ലൂടെയാണ് വന്നത്. ഒരിക്കലും കാണില്ല എന്ന് വിചാരിച്ച പല സ്ഥലങ്ങളും ഇന്ന് കണ്ടത് RCM-ലൂടെയാണ്. കാരണം കേരളത്തിന്റെ ഒരു കൊച്ചു സ്ഥലമായിട്ടുള്ള തൃശ്ശൂരിൽ ഒതുങ്ങിക്കൂടുമെന്ന് വിചാരിച്ച ഒരു ജീവിതം ഇന്ന് പല സ്ഥലങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞു. ഈ കഴിഞ്ഞ മാസം പിന്നിടുമ്പോൾ ഹിമാചൽ എന്ന് പറഞ്ഞൊരു സ്ഥലം പോയി കവർ ചെയ്തു, ഹരിയാന, പഞ്ചാബ്, അതേപോലെ തന്നെ ബാംഗ്ലൂർ, ഡൽഹി, ഇതൊക്കെ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഞാൻ പോയി വന്നു. വൈ? ബിക്കോസ് RCM തരുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സമയ സ്വാതന്ത്ര്യം മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത്, ഇഷ്ടപ്പെടുന്ന നേരത്ത്, ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഒപ്പം ചെന്നെത്താൻ പറ്റുന്ന ഒരു സ്വാതന്ത്ര്യം കൂടി ഉണ്ട്. ഒപ്പം തന്നെ ഇന്ന് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വീഡിയോസ് നിങ്ങൾക്ക് എന്റെ കാണാൻ സാധിക്കും. വുമൺ എംപവർമെന്റ് എന്ന് പറഞ്ഞ ഒരു മിഷൻ ഏറ്റവും സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് RCM. ഏതൊരു സ്ത്രീക്കും ഈ ഒരു ബിസിനസ്സിലൂടെ വളരാൻ മിനിമം എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് മാത്രം മതി. മിനിമം എമൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ വീട്ടിലേക്ക് വേണ്ട ഉപ്പും മുളകും മല്ലി അത് മാത്രം മേടിച്ചുകൊണ്ട് തന്നെ ഈ ഒരു ബിസിനസിനെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നെടുന്തൂണാക്കി മാറ്റിക്കൊണ്ട് ഒരു ശക്തമായിട്ടുള്ള ഒരു ജീവിതത്തെ പടുത്തുയർത്താൻ എല്ലാ സ്ത്രീകൾക്കും ഒരേപോലെ അവസരം തരുന്ന ഒരു സിസ്റ്റമാണ് വുമൺ എംപവർമെന്റ്. അതേപോലെ തന്നെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട നിമിഷങ്ങളിൽ ഒന്നായിട്ട് ഈ ഒരു ചിത്രം സമ്മാനിക്കാൻ സാധ്യമായത് RCM-ലൂടെയാണ്. കാരണം RCM-ലൂടെയാണ് ഞാൻ ഡോക്ടർ അരുണിമേനെ കണ്ടത്, RCM-ലൂടെയാണ് ഇഷ്ടപ്പെട്ടത്. അതേപോലെ തന്നെ ഈ ഒരു ബിസിനസ്സിലൂടെ ജീവിതത്തിൽ കിട്ടാവുന്നതിന്റെ എല്ലാം 10 മടങ്ങി കൂടുതൽ കിട്ടി. അങ്ങനെ ഒരു അൾട്ടിമേറ്റ് ട്രാൻസ്ഫോർമേഷൻ ഈ ഒരു ചെറിയൊരു ചെറുപ്പക്കാരനിൽ നിന്ന് ഈ ഒരു നിൽക്കുന്ന യുവാവിലേക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരാണ് RCM. തീർച്ചയായിട്ടും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു റെക്കഗ്നീഷനും ഈ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റും ഈ ഒരു കോസ്റ്റ് ഓഫ് ലിവിംഗ് ഒക്കെ എനിക്ക് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാനും ഇത്ര വലിയൊരു വരുമാനം, പാസീവ് ഇൻകം നേടാനും സാധിച്ചത് 0 ഇൻവെസ്റ്റ്മെന്റിലാണ്, 0 റിസ്കിലാണ്, 0 ടെൻഷനിലാണ്, 0 ഡെപ്റ്റിലാണ്. അതായത് ഒരു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റും ഇവിടെ എനിക്ക് വേണ്ടി വന്നിട്ട് ആകെ ഇൻവെസ്റ്റ് ചെയ്തത് എന്റെ സമയമാണ്. ആ സമയം എന്തിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു? RCM-നെ പറ്റി പറയാനും ജനങ്ങളെ ബോധവൽക്കരിക്കാനും വേണ്ടിയിട്ട്. യാതൊരു തരത്തിലുള്ള റിസ്ക്കും എനിക്ക് ഉണ്ടായിട്ടില്ല, യാതൊരു തരത്തിലുള്ള ടെൻഷനും ഉണ്ടായിട്ടില്ല, ഒരു തരത്തിലുള്ള ലോണോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ ഫ്രീ ആയിട്ടാണ് ഈ ഒരു നേട്ടം എനിക്ക് കൈവരിക്കാൻ സാധിച്ചത്. അപ്പോ ലിവ് യുവർ ലൈഫ് ടു ദ ഫുള്ളസ്റ്റ് വിത്ത് RCM. നമ്മുടെ ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ ഇത്തിരി എക്സ്ട്രാ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഇന്ന് നിങ്ങൾക്കൊരു അവസരമുണ്ട്. നിങ്ങളുടെ വിജയത്തിന്റെ ഡേറ്റ് എന്താണെന്ന് തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഡേറ്റ് നിങ്ങൾക്ക് ഇന്ന് കുറിച്ചെടുക്കാം. ഇന്ന് തീരുമാനിക്കാം ഈ ഒരു സിസ്റ്റത്തിലൂടെ നിങ്ങൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണോ അല്ലയോ എന്നുള്ളത്. കാരണം വിജയം എല്ലാവർക്കും അതിന് പല രീതിയിലുള്ള നിർവചനമുണ്ട്. പക്ഷെ നമ്മൾ ബേസിക്കലി വിജയിച്ചു എന്ന് അറിയുന്നത് നമ്മുടെ വീട്ടുകാരും നമ്മുടെ നാട്ടുകാരും ഒക്കെ നമ്മളെ അംഗീകരിക്കുന്ന ഒരു ദിവസമാണ്, അല്ലെ? എന്നെ സംബന്ധിച്ച് ആ ദിവസം വന്നു കഴിഞ്ഞു. നിങ്ങളെ സംബന്ധിച്ച് ആ ദിവസം എന്നാന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ആ ചിന്തയിൽ മാത്രം ഒതുക്കരുത്. RCM-ൽ ഒരു അംഗത്വം എടുക്കുക, ഈ ഒരു ബിസിനസ്സിലേക്ക് വരിക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഈ ഒരു ബിസിനസ് ഉണ്ടാക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. പക്ഷെ തീരുമാനം ശക്തമായിരിക്കണം, തീരുമാനം സ്ട്രോങ് ആയിരിക്കണം. അങ്ങനെ തീരുമാനമെടുത്ത ആൾക്കാരാണ് ഇന്ന് ഈ ഒരു ബിസിനസ്സിൽ വിജയിച്ചിട്ടുള്ളൂ, ഈ ഒരു ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു സെഷൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് സ്പീഡിലാണ് പോയെന്ന് എനിക്കറിയാം. പക്ഷേ എന്റെ ശബ്ദത്തിലുള്ള ഗാംഭീര്യം, എന്റെ ശബ്ദത്തിലുള്ള എനർജിയും എനിക്ക് ഉറപ്പാണ് നിങ്ങളുടെ ഉള്ളിൽ ഒരു ചെറിയൊരു തീയെങ്കിലും തന്നിട്ടുണ്ടായിരിക്കും. കാരണം ഇന്ന് ഈ ബിസിനസ് എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന മാറ്റങ്ങൾ അത്രയേറെയാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാരുടെയും ജീവിതത്തിൽ ഈ സന്തോഷവും ഈ സമയവും ഈ ഒരു അംഗീകാരവും എത്തണം എന്നുള്ളതാണ്. അത് തന്നെയാണ് നമ്മുടെ മെന്റർ ആയിട്ടുള്ള RCM കേരള ഗ്രൂപ്പിനെ നയിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള സഫയർ മൂർത്തി സാറും ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിലൂടെ ഈ ഒരു ബിസിനസ് നേരിട്ട് കേൾക്കാനുള്ള ഒരു അവസരം ഡോക്ടർ രാജൻ സാറിനുണ്ടായി.
രാജൻ സാറിലൂടെ നേരിട്ട് ഇത് കേൾക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. അടുത്തത് ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ കുട്ടിക്ക് ഈ ഒരു കാര്യം കേൾക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവണം. കാരണം തലമുറകളുടെ ബിസിനസ്സാണ്, തലമുറകൾ കൈമാറ്റം കൊണ്ടുവരുന്ന ബിസിനസ്സാണ്. ഇന്ന് ആർസിഎം ബിസിനസ്സിലേക്ക് നമ്മൾ എത്തി നോക്കുമ്പോൾ പെയിന്റ് വരെ വന്ന് നിന്നിട്ടേ ഉള്ളൂ. പക്ഷേ തീർച്ചയായിട്ടും കഴിഞ്ഞ 17 കൊല്ലത്തെ വളർച്ച കാണുമ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും. നാളെ ആർസിഎം ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഞാനൊരു ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ നാളെ ആർസിഎമ്മിന്റെ ഒരു വോൾവോ ബസ് വരും. ആ വോൾവോ ബസ്സിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ആർസിഎം ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് 30 രൂപ, ബാക്കിയുള്ളവർക്ക് 50 രൂപ. കാരണം നമുക്ക് ഡിസ്കൗണ്ട് കാർഡ് ഉണ്ട്. നാളെ ബിസിനസ് പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരു പ്ലെയിൻ കയറുമ്പോൾ പ്ലെയിനിൽ 2 തരത്തിലുള്ള ബോർഡിംഗ് ഉണ്ടായിരിക്കും. ഒരു ബോർഡിംഗ് ആർസിഎം പ്രവർത്തകർക്ക് വേണ്ടിയിട്ട് അവരുടെ ചാർജ് 1200 രൂപ, ബാക്കിയുള്ളവർക്ക് 3400 രൂപ. ഇങ്ങനെ ഒരു ലെവലിലേക്ക് ആർസിഎം ബിസിനസ് മാറും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. നിങ്ങൾക്കും ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് തീർക്കാനായിട്ട് അടുത്ത ഒരു 7 ദിവസം നമ്മുടെ കൂടെ നിൽക്കുക. നാളെ നമുക്ക് വാട്ട് ഈസ് ആർസിഎം പറഞ്ഞു തരുന്നത് മറ്റാരുമല്ല, വടക്കാഞ്ചേരിയുടെ കരുത്തുറ്റ ലീഡർ ആയിട്ടുള്ള വിജയ് സാറാണ്. നാളെ നമുക്ക് വാട്ട് ഈസ് ആർസിഎം, കമ്പനി പ്രൊഫൈല്, ഒബ്ജക്റ്റീവ്സ്, കമ്പനിയുടെ തരത്തിൽ നിന്ന് പുതിയതായിട്ട് വന്ന അപ്ഡേഷൻസ് എല്ലാം നാളത്തെ ഒരു ദിവസം നമുക്ക് പഠിക്കാം. അപ്പൊ ഇത്രയും നേരം വളരെ സ്നേഹത്തോടെയും വളരെ ക്ഷമയോട് കൂടിയിട്ട് എന്നെ കേട്ടിരുന്ന ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ആർസിഎം, ഗുഡ് ആർസിഎം, ജയ് ഹിന്ദ്. താങ്ക് യു മൂർത്തി സാർ, ആൻഡ് താങ്ക് യു ഗിരീഷ് സാർ, താങ്ക് യു രാജൻ സാർ, താങ്ക് യു വെരി മച്ച്.